ഹൃദി ഭാവയാമി. ഹൃദയത്തിൽ ഞാനിതാ ഭാവന ചെയ്യുന്നു. എന്താണ് ഭാവന ചെയ്യേണ്ടത്? അത് വ്യക്തമായി അറിയാവുന്നവരും അറിയാത്തവരും കുറച്ചൊക്കെ എന്തൊക്കെയോ അറിയുന്നവരും ആയിട്ടുള്ള ആളുകളാണ് ഞാനടക്കമുള്ള നമ്മളെല്ലാവരും. എന്താണ് ഭാവന ചെയ്യേണ്ടത് ജീവിതത്തിൽ? അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെത്തുമ്പോൾ, ഈശ്വരന് മുമ്പിൽ നിൽക്കുമ്പോൾ, ഈശ്വരീയമായിരിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ എന്ത് ഭാവന ചെയ്യണം? ഭാവനാത്മകമാണ് ഈ പ്രപഞ്ചം. തീർച്ചയായും ഏതെങ്കിലും തരത്തിലുള്ളതായ ഭാവനകളില്ലാതെ നമുക്ക് ഈ ലോകത്തിൽ ജീവിതം തുടരാനായിട്ട് സാധിക്കുകയില്ല. സാധിക്കുമോ? ഇതിൽ അച്ഛനാണെന്ന ഭാവനയുള്ളവരുണ്ട്, അമ്മയാണെന്ന ഭാവനയുള്ളവരുണ്ട്, അല്ലേ? സഹോദരി, സഹോദരൻ, ശത്രു, മിത്രം, ഇങ്ങനെ പല പല ഭാവനകളിലൂടെ നാം ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ ജീവിതത്തെ ആടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഓരോ പേരുണ്ട്, അല്ലേ? നമ്മൾ ചോദിച്ചു കിട്ടിയ പേരാണോ? നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ആഗ്രഹിച്ച് തിരഞ്ഞെടുത്തതല്ലെങ്കിലും നാം ആ പേര് വിളിച്ച് കേൾക്കുമ്പോൾ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നമ്മളെ അല്ല വിളിച്ചതെങ്കിലും അപ്പൊ എൻ്റെ പേരുണ്ടോ, എൻ്റെ പേരോ? അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് പേരുണ്ടോ? ഉണ്ടോ? സ്വന്തമായിട്ട് ആർക്കെങ്കിലും പേരുണ്ടോ? നമ്മളങ്ങനെ ഇതെൻ്റെ പേരാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഭാവന ചെയ്യുന്നത്? കുട്ടിക്കാലം മുതലേ കേട്ട് 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 അത് വിളിച്ച് 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 കുട്ടിക്കാലത്ത് കാക്കാ പൂച്ച എന്നിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മളോട് എന്താ നിന്റെ പേര്, എങ്ങനെയാ പറയാ, അല്ലേ? ചോദിച്ച് 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 പഠിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ച് പരിശീലിപ്പിച്ചു. ആദ്യമൊക്കെ നമ്മളെ പഠിപ്പിച്ചത് എന്ത് പേരായിരുന്നു? ഓമന, കുട്ടൻ, കണ്ണൻ, ഉണ്ണി, അല്ലേ? അതൊക്കെ കഴിഞ്ഞ് പതുക്കെ നാവൊക്കെ എടുത്ത് ഉരിയാടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള പേരുകളൊക്കെ പറഞ്ഞു തരാൻ തുടങ്ങി. ധൃഷ്ടദ്യുമ്നൻ, എങ്ങനത്തെ വഴങ്ങാത്ത പേരായാലും പറയാവുന്ന പ്രായമായപ്പോൾ നമ്മളതൊക്കെ പറയാൻ തുടങ്ങി, അല്ലേ? അങ്ങനെ ഓമന പേരുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ പേരുകളൊക്കെ പറയാൻ തുടങ്ങി. കുറേ കാലം ജീവിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും കൂടാതെ മറ്റുള്ളവർ നമ്മളെ വിളിച്ചിരുന്ന ചില പേരുകൾ ഉണ്ടായിരുന്നു എന്ന്. അതിനെ പറയുന്ന പേരാണ് കുറ്റപ്പേര്, അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ളതായ കുറ്റപ്പേരുകളും ഇഷ്ടപ്പെട്ട പേരുകളും ഓമന പേരുകളും ഒക്കെയായി നമ്മൾ നമ്മളെ ഭാവന ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കുകയാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ളതായ ഒരു ഭാവനയിലൂടെ ആ ഭാവനകളെ എത്രത്തോളം സുന്ദരമാക്കാമോ ആ സൗന്ദര്യത്തിലൂടെ നമുക്കും ഉള്ളിലും പുറത്തും ആ സൗന്ദര്യത്തെ അനുഭവിക്കുവാനുള്ളതായ ഒരു പരിശീലനമാണ് നമ്മുടെ ഭാരതീയ സനാതന സംസ്കൃതി ക്ഷേത്രങ്ങളിലൂടെ നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ആ ഭാവന നമ്മളിൽ ഉറക്കേണ്ടത്? ഏതൊക്കെ തരത്തിലുള്ളതായ ഭാവനകളിലൂടെ കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ നമുക്ക് തന്നിട്ടുണ്ട്? ഇതിനെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണങ്ങൾ വളരെ ഗഹനമാണ്. ആ അന്വേഷണങ്ങളെല്ലാം ആരംഭിക്കുന്നത് ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്ന ചോദ്യത്തിൽ നിന്നാണ്, അല്ലേ? ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? എങ്ങനെയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്? അനന്തകോടി നക്ഷത്രങ്ങളും അവയ്ക്ക് പാറാവുകാരായ സൂര്യചന്ദ്രന്മാരും അതുപോലെ തന്നെ അനവധി അനവധി സൗരയൂഥങ്ങളും ഒക്കെ നിറഞ്ഞതായ മഹത്തരമായി ഈ പ്രപഞ്ചത്തിൽ പച്ചപുതച്ച് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഒരു ഭൂമിയിലെ ഹിമാലയത്തിന്റെ തെക്ക് വശത്തായി ഒരു കർമ്മഭൂമിയുണ്ട് എന്നും ആ കർമ്മഭൂമിയിൽ നമ്മളൊക്കെ ജനിച്ചു എന്നും നമ്മുടെ പൂർവികരുടെ ആ പരമ്പരയായി ആ കർമ്മഭൂമിയെ നമ്മൾ ഭാരതമെന്ന് വിളിച്ചു എന്നും ആ ഭാരത സംസ്കൃതിയായി നാം ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന നാം ഭാരതീയനെന്ന് സ്വയം അഭിമാനിക്കുകയും ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് ഇവിടെ വന്ന് പിറക്കാൻ, ഇങ്ങനെ ഒരു രൂപത്തിൽ നമുക്ക് പിറക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? നമുക്കൊക്കെ
ഈ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനുള്ള പ്രചോദനം തരുന്ന അനവധി കഥകൾ നമ്മുടെ കുട്ടിക്കാലം മുതലേ നമ്മൾ പുരാണങ്ങളായി കേട്ടിട്ടുണ്ട് എങ്കിലും പലപ്പോഴും പല കഥകളും വെറും കഥകൾ മാത്രമായി കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ കളയുന്ന ഒരു പ്രകൃതം ആയതുകൊണ്ട് പലതും നമ്മൾ ചിന്തിക്കുന്നില്ല. ചില കാര്യങ്ങളോ ചിന്തിച്ചിട്ട് കാര്യമില്ല, അല്ലെ? ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കാതിരിക്കാനാണ് പലർക്കും ഇഷ്ടം. പക്ഷേ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ചാൽ ആ ചിന്തയെ ധ്യാനം എന്ന് വിളിക്കാം. ആ ചിന്ത കൊണ്ട് നമ്മിലുണ്ടാകുന്നതായ മാറ്റങ്ങളെ അത് നാം തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും നമ്മളിൽ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും. എന്തായാലും ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, എങ്ങനെ നിലനിൽക്കുന്നു എന്ന ചോദ്യങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ആ ഭാവനകളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ ഇപ്പോൾ ശ്രമിച്ചാൽ നിങ്ങളിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പലരും ഒരു പക്ഷേ ഉറങ്ങാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകാനും സാധ്യതയുണ്ട്. അത്രത്തോളം നമ്മൾ ചൂട് സഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലേ? ഈ ചൂട്ടത്തിരിക്കുമ്പോഴും നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് കേൾക്കാൻ ആഗ്രഹമുള്ളതുപോലെ കേൾക്കുകയാണെങ്കിൽ കൂടിയും ശ്രദ്ധ വേണ്ടതുപോലെ നിലനിൽക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന നിങ്ങളെ കുറച്ച് ചിത്രങ്ങളിലൂടെ ഞാൻ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും ഇരിക്കുന്നത് ഈ ക്ഷേത്രാങ്കണത്തിൽ ഇപ്പോൾ അഷ്ടബന്ധ നവീകരണ കലശത്തോടനുബന്ധിച്ചുള്ളതായ കൊടിമരത്തിന്റെ ആധാരശില അത് വേണ്ടതുപോലെ പൂജിച്ച് അതിലേക്കുള്ള സമർപ്പണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അകത്തിരിക്കുന്ന ഈശ്വര സങ്കല്പത്തെ വേണ്ടതുപോലെ ആ സങ്കല്പത്തിന്റെ സർവ്വ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പുനരുദ്ധാരണം നടക്കുന്നതോ നവീകരണം നടക്കുന്നതോ ഒക്കെ ഈശ്വരന് ചൈതന്യം കുറയുന്നത് കൊണ്ടല്ല. അങ്ങനെ നമ്മൾ പലരും ധരിച്ചു വെക്കുന്നുണ്ട്. ഈശ്വരന് ഒരിക്കലും ചൈതന്യം കുറയുന്നില്ല. ഉണ്ടോ? ഈശ്വരന് ചൈതന്യം കുറയുക കൂടുക അങ്ങനെയുള്ള പ്രക്രിയയൊന്നുമില്ല. ആ ഈശ്വരീയമായിരിക്കുന്ന ചൈതന്യത്തെ നമുക്ക് പ്രകടമാകുന്നതിൽ, ആ പ്രകടമാക്കി തരുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികർ ചെയ്തു വെച്ച മാധ്യമങ്ങളുണ്ടല്ലോ, ആ മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ ജീർണതകൾ സംഭവിക്കാം. വിഗ്രഹങ്ങൾക്ക് ജീർണത സംഭവിക്കാം. ക്ഷേത്രത്തിന്റെ കെട്ട് മറ്റ് ഭാവങ്ങൾക്കൊക്കെ ജീർണതകൾ സംഭവിക്കാം. ആ ജീർണതകളെ പരിഹരിച്ച് ഒരു എങ്ങനെയാണ് കുറേ നേരം കത്തി നിന്നതായ ചില്ല് ഗ്ലാസ് കൊണ്ട് കാറ്റടിക്കാതെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ദീപനാളം, അത് കുറേ നേരം കത്തുമ്പോൾ ഈ ചില്ലിൽ എന്ത് ഉണ്ടാവും? കരി പിടിക്കും. അപ്പൊ ഈ കരി ഒന്ന് തുടച്ച് ആ പ്രകാശം ചുറ്റും പരക്കത്തക്ക വിധം എങ്ങനെയാണ് ശുദ്ധമാക്കുന്നത്? അത്തരത്തിലുള്ളതായ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന ഈശ്വരനെ നമ്മളെല്ലാവരും എന്താണ് വിളിക്കുന്നത്? സന്താനഗോപാലമൂർത്തി എന്നാണ്. ആരാ ഈ സന്താനഗോപാലമൂർത്തി? വിഷ്ണുവാണ്. അങ്ങനെയാണെങ്കിൽ വിഷ്ണു എന്ന് പറഞ്ഞാൽ പോരെ? നമുക്ക് അറിയാം, സാധാരണ മഹാവിഷ്ണു ക്ഷേത്രങ്ങളാണെങ്കിൽ വിഷ്ണു ക്ഷേത്രം എന്നാണ് സാധാരണ പറയുക. അവിടെ ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു ചൈതന്യത്തിന്റെ പ്രഭാവം ആ വിശേഷമായിരിക്കുന്ന ഏതെങ്കിലും സങ്കല്പത്തോടു കൂടിയതാണെങ്കിൽ ഒരു പക്ഷെ ആ സങ്കല്പത്തിന്റെ പേരോടുകൂടി ആ ക്ഷേത്രം അറിയപ്പെടും. എങ്ങനെ? നരസിംഹമൂർത്തി ക്ഷേത്രം, അല്ലെ? വരാഹമൂർത്തി ക്ഷേത്രം, ശ്രീരാമക്ഷേത്രം, എല്ലായിടത്തും വിഷ്ണു തന്നെയാണ്. പക്ഷേ വിഷ്ണു ക്ഷേത്രം ഈ പറയുന്നതായ അവതാര സ്വരൂപങ്ങളുടെയൊക്കെ പേരുകളിൽ വ്യത്യസ്തമായിരിക്കുന്ന സങ്കല്പങ്ങളിലുണ്ട്. അവിടെയൊക്കെ ആ അവതാര രൂപത്തിന്റെ നാമത്തിലാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത്. എന്നാൽ മഹാവിഷ്ണു ക്ഷേത്രം എന്ന പേരിൽ ഉള്ള അനവധി ക്ഷേത്രങ്ങളുമുണ്ട്, അല്ലേ? വിഷ്ണു തന്നെ. പക്ഷേ അതിൽ നിന്നൊക്കെ സന്താനഗോപാലമൂർത്തി ക്ഷേത്രം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ആരാണ് ഈ സന്താനഗോപാലമൂർത്തി? എന്തുകൊണ്ട് മഹാവിഷ്ണുവിനെ സന്താനഗോപാലമൂർത്തി എന്ന് വിളിക്കുന്നു? ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കണം.
ചിലർക്കൊക്കെ അറിയാം, എങ്കിലും എനിക്കറിയാവുന്നത് ശരിയാണോ എന്ന സംശയം കൊണ്ടാണ് പലരും കൈപൊക്കാത്തത്, അല്ലേ? ഞാൻ മനസ്സിലാക്കി വെച്ചത് ശരിയാണോ തെറ്റാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല, അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്. അതും എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ആ സന്താന ഗോപാലമൂർത്തിയെ കാണാൻ പോയാലോ? പോവാം. എങ്ങനെയാ പോണേ? നമുക്കൊരു കുതിരവണ്ടിയിൽ പോവാം. കാരണം ഈ ഭാരതീയ സനാതന സംസ്കൃതി എന്ന് പറയുന്നത്, ആ സംസ്കൃതിയെ ലോകം മുഴുവൻ അറിഞ്ഞത് ഒരു കുതിരവണ്ടിക്കാരന്റെ ഉപദേശത്തിലൂടെയാണ്. ആ കുതിരവണ്ടിക്കാരൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഭാരതത്തെ ലോകം അറിയുമായിരുന്നില്ല. അതുകൊണ്ട് ആ കുതിരവണ്ടി ഒന്ന് നമുക്ക് ആദ്യം പരിചയപ്പെട്ടിട്ട് ആ കുതിരവണ്ടിയിൽ കയറി നമുക്ക് ഈ സന്താന ഗോപാലമൂർത്തിയെ കാണാൻ പോവാം, അല്ലേ? അപ്പൊ ആദ്യം ആ കുതിരവണ്ടി സജ്ജമാക്കണ്ടേ. എന്താണ് ആ കുതിരവണ്ടി? നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ കുതിരവണ്ടി. മഹാഭാരതം എന്നതായ യുദ്ധഭൂമി. ആ യുദ്ധഭൂമിയുടെ മധ്യത്തിൽ സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത എന്ന ഒരു അല്പം അഹങ്കാരത്തോടുകൂടി തന്നെ അർജുനൻ പറഞ്ഞു, ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ രഥം കൊണ്ടുപോയി നിർത്തൂ. ഹേ അർജുന, ഹേ ഭഗവാനെ, ഋഷികേശ എന്നിങ്ങനെ ഭഗവാനെ വിളിച്ചുകൊണ്ട് അർജുനൻ പറഞ്ഞപ്പോൾ ഭഗവാൻ, ആ കുതിരവണ്ടിക്കാരൻ വേഗം ആ കുതിരവണ്ടി കൊണ്ടുപോയി എവിടെ നിർത്തി? യുദ്ധഭൂമിയുടെ മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തി. അവിടെ അർജുനൻ കണ്ടതെന്താ? യുദ്ധം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ആ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന സമയത്ത് അതാ മുമ്പിൽ നിൽക്കുന്നത് ആരുടെ മാരിടത്തിൽ ചാഞ്ഞു കിടന്നാണോ കുട്ടിക്കാലത്ത് വീരപുരുഷന്മാരുടെ ഗാഥകളൊക്കെ കേട്ടുറങ്ങിയിട്ടുള്ളത്, ആ മുത്തച്ഛന്റെ മാറിടം പിളർന്നാലേ എനിക്ക് ഈ യുദ്ധം ജയിക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവുണ്ടായതോടെ അതാ ഹൃദയം, അതിന്റെ മിടിപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. തൊട്ടപ്പുറത്തതാ ദ്രോണാചാര്യർ താടിയൊക്കെ നീട്ടി വളർത്തി കയ്യിൽ അസ്ത്രം തന്ന് ലക്ഷ്യം തെറ്റാതെ അയക്കൂ എന്ന് തന്നെ പഠിപ്പിച്ച തന്റെ ഗുരുനാഥൻ, ലോകത്തിൽ അർജുനനേക്കാൾ വില്ലാളി വീരനായിരിക്കുന്ന ഒരുവനും ഉണ്ടാവുകയില്ല. അത്രത്തോളം എനിക്ക് പ്രിയപ്പെട്ടവനാണ് അർജുനൻ. ആ അർജുനന് ലോകത്തിലെ എല്ലാ ദിവ്യാസ്ത്രങ്ങളെക്കുറിച്ചും വിദ്യകളെക്കുറിച്ചും ഞാൻ അറിവ് പകർന്നു കൊടുക്കും എന്ന് ശപഥം ചെയ്ത വാത്സല്യത്തിന്റെ പ്രതീകമായിരിക്കുന്ന ആ ഗുരുനാഥന്റെ ഗളം ഛേദിച്ചാലേ ഈ യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അർജുനൻ വിലപിക്കാൻ തുടങ്ങി, അല്ലേ? ആ വിലാപത്തെ വ്യാസൻ വിളിച്ചത് അർജുന വിഷാദയോഗം എന്നാണ്. ഒരു വിഷാദം, ആ വിഷാദയോഗമാണ് പിടിപെട്ടത്. ജ്ഞാനയോഗമല്ല, ഭക്തിയോഗമല്ല, സന്യാസയോഗമല്ല, കർമ്മയോഗമല്ല, ക്ഷേത്രജ്ഞ യോഗമല്ല. അങ്ങനെയുള്ള നമുക്ക് കേട്ടുപരിചയമുള്ള അല്ലെങ്കിൽ കേട്ടുപരിചയമില്ലാത്ത ഒരു യോഗ അവസ്ഥകളുമല്ല അർജുനനെ പിടികൂടിയത്. ഏത് യോഗാവസ്ഥയാണ്? വിഷാദ യോഗാവസ്ഥയാണ്. അതൊക്കെ നമുക്കും പിടികൂടിയിട്ടുള്ളതാണ്. ആ വിഷാദ യോഗാവസ്ഥയിൽ ഉള്ളവർ തന്നെയാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരും ഞാനും. അങ്ങനെയുള്ളതായ അർജുനൻ ഗാണ്ഡീവം സ്രംസതേ ഹസ്താത്വക്ചൈവ പരിദഹ്യതേ സീതന്തിമമ ഗാത്രാണി എന്നിങ്ങനെ വിലപിച്ച സമയത്ത് ഇതാ കയ്യിൽ നിന്ന് ഗാണ്ഡീവം വഴുതിപ്പോകുന്നു. എൻ്റെ ശരീരം ചുട്ടുനീറുന്നു, പൊള്ളുന്നു, എനിക്ക് തണുക്കുന്നു, ഞാനിതാ വിറയ്ക്കുന്നു. തേർത്തട്ടിൽ തളർന്നു വീണ ആ അർജുനനെ ക്ലൈബ്യം മാസ്മഗമപ്പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരം തപ. ഹേ ഭാരത, നിനക്ക് ഈ ആണും പെണ്ണും കെട്ട ഈ അവസ്ഥ ഒരിക്കലും യോജിച്ചതല്ല. എഴുന്നേൽക്ക്, നീ നിന്റെ കർമ്മം ചെയ്യേ എന്ന് പറഞ്ഞ് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യപരാൻ, നിബോധത എന്ന ഉപനിഷത്ത് സന്ദേശങ്ങളെ മുഴുവനും അതിമനോഹരങ്ങളായിരിക്കുന്ന കർമ്മയോഗ പദ്ധതികളായും ജ്ഞാനയോഗ പദ്ധതികളായും സന്യാസയോഗ പദ്ധതികളായും ഭക്തിയോഗ പദ്ധതിയായും വിഭൂതിയോഗമായും ഒക്കെ പകർന്നുകൊടുത്ത് തൻ്റെ തന്നെ വിരാട് പുരുഷ ഭാവത്തെ പകർന്നുകൊടുത്ത് നേരിട്ട് കാണിച്ചു കൊടുത്ത് അനുഗ്രഹിച്ച രംഗം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ തെളിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? വായിച്ചില്ലെങ്കിലും. അപ്പോൾ ഈ രംഗത്തിൽ നമ്മൾ അവിടെ കാണുന്നത് ആരെയാ? ഒരു കുതിരവണ്ടി കാണുന്നു. ആ കുതിരവണ്ടിയിൽ അർജുനൻ തളർന്നിരിക്കുന്നു. ആ അർജുനന്റെ അരികത്ത് ചമ്മട്ടി കയ്യിലേന്തിക്കൊണ്ട് സാക്ഷാൽ ഭഗവാൻ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഗീതോപദേശം. അങ്ങനെ
ശത്രുനിരയും മിത്രനിരയും അപ്പുറത്തും ഇപ്പുറത്തും പരസ്പരം പോർവിളി നടത്തിക്കൊണ്ട് യുദ്ധകാഹളം മുഴക്കിക്കൊണ്ട് ഏത് നിമിഷവും യുദ്ധം ആരംഭിക്കാമെന്ന അവസ്ഥയിൽ യുദ്ധഭൂമിയിൽ ഇങ്ങനെ ഉത്സുകരായി നിൽക്കുന്ന സമയത്ത് ആ യുദ്ധഭൂമിയുടെ മധ്യത്തിലെ ആ രഥത്തിലെ ആ അർജുനനും കൃഷ്ണനും ഇരിക്കുന്നത് പോലെ ആ രഥത്തിൽ ഇരുന്നു കൊണ്ട് കൃഷ്ണൻ അർജുനന് ഉപദേശം കൊടുത്ത് ആ അർജുനനെ കർമ്മത്തിലേക്ക് വ്യാപൃതമാക്കുന്നതായ ആ ചിത്രം ഗീതോപദേശം എന്ന പേരിൽ ലോകപ്രസിദ്ധമായതിന് കാരണം, ആ കാരണത്തെ തിരിച്ചറിയുന്ന നിമിഷത്തിൽ നമ്മളെല്ലാവരും സന്താന ഗോപാലമൂർത്തി ആരാണ് എന്ന് മനസ്സിലാക്കും. ഇനി വേണ്ടത്, നിങ്ങളിപ്പോൾ കുതിരവണ്ടി കണ്ടു, കുതിരവണ്ടിയിൽ അർജുനനെ കണ്ടു, കൃഷ്ണനെ കണ്ടു, കൃഷ്ണൻ ഗീതോപദേശം കൊടുക്കുന്നത് ഭാവന ചെയ്തു ഇല്ലേ? ആ ഭാവനയിലേക്ക് മറ്റൊരു രംഗം ഞാൻ പറഞ്ഞു തരാം. മഥുരാപുരിയാണ്. മഥുരാപുരിയിൽ ഉഗ്രസേനാണ് മഹാരാജാവ്. ഉഗ്രസേന മഹാരാജാവ് യദുക്കളെയും, ക്രോഷ്ടാവിന്റെ വംശം, മാധവ വംശം, വൃഷ്ണിവംശം എന്നിങ്ങനെ യദുക്കൾ, യാദവ വംശം പലതായി, പല പല ഗോത്രങ്ങളായി, പല ദിക്കുകളിലൊക്കെയായി ഒളിച്ചും പതുങ്ങിയും ഒക്കെ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ഉഗ്രസേന മഹാരാജാവ് അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് മധുരാപുരിയിൽ താമസിപ്പിച്ച് ഒരു രാജ്യത്തെ പരിപാലിക്കുന്നത് പോലെ യദുക്കളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഉഗ്രസേന മഹാരാജാവിന്റെ മകനായിരുന്നു കംസൻ. കംസൻ കുട്ടിക്കാലം മുതലേ തന്നെ നാട് മുഴുവൻ നടന്ന് മല്ലയുദ്ധ വിശാരദന്മാരായ ആളുകളെ മുഴുവൻ പോരിന് വിളിക്കുകയും അവരെയൊക്കെ മല്ലയുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും പരാജയപ്പെടുന്നവരൊക്കെ തൻ്റെ ഭൃത്യന്മാരാകണമെന്ന കരാറ് പ്രകാരം അനവധി ഭൃത്യന്മാര് മായാവികളായിരിക്കുന്ന ചാണൂരൻ, മുഷ്ടികൻ, പൂതന, കേശി, അഘാസുരൻ, ബകാസുരൻ മുതലായിരിക്കുന്ന അനവധി മായാവികളായിരിക്കുന്ന രാക്ഷസതുല്യരായിരിക്കുന്ന ഭൃത്യന്മാരെ സമ്പാദിച്ചു കംസൻ. അപ്പോൾ കംസന് തോന്നി, ഇനിയിപ്പോ ഈ വയസ്സാം കാലത്ത് എൻ്റെ അച്ഛൻ രാജ്യം ഭരിക്കേണ്ട കാര്യം എന്താ, ഞാൻ ഭരിച്ചോളാം എന്ന ഭാവത്തിൽ സ്വന്തം അച്ഛനെ സിംഹാസനത്തിൽ നിന്ന് തട്ടി താഴെയിട്ട് കൽത്തുറുങ്കിലടച്ച് സ്വയം രാജാവായി പ്രഖ്യാപിച്ച സമയത്ത് കംസനോട് ഏതെങ്കിലും തരത്തിൽ എതിർത്ത് സംസാരിച്ചാൽ അവരുടെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല എന്നുള്ള പേടി മൂലം ഒന്നും മിണ്ടാതെ യദുക്കളെല്ലാം അസ്വാതന്ത്ര്യത്തോടുകൂടി കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ മുമ്പിലുള്ളതായ പ്രജകളുടെ മുഴുവൻ ഇഷ്ടത്തെ നേടിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു നാടകം കളിക്കണമെന്ന് ചിന്തിച്ചവനായിരിക്കുന്ന ഏത് ഭരണാധികാരികളെപ്പോലെയും ചിന്തിച്ചവനായിരിക്കുന്ന കംസൻ ജനങ്ങളെല്ലാവരും ബഹുമാനിക്കുന്നവനായ വസുദേവരെന്ന പണ്ഡിതന് തന്റെ സഹോദരിയായ ദേവകിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ഒരു പക്ഷേ ചിലപ്പോൾ ജനങ്ങൾക്ക് തന്നോടുള്ളതായ വിദ്വേഷഭാവം മാറുമെന്ന് ചിന്തിച്ച് സ്വന്തം സഹോദരിയായ ദേവകിയെ കംസൻ വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും തനിക്ക് സഹോദരിയെ അത്രത്തോളം ഇഷ്ടമാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആ രഥം സ്വയം ഓടിച്ചുകൊണ്ട് ആ ഘോഷയാത്രയിൽ പാട്ടും നൃത്തവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കംസൻ സ്വയം ആ കുതിരകളുടെ രശ്മികളെ പിടിച്ചുകൊണ്ട് ആ കംസന്റെ രഥത്തിൽ വസുദേവരിയിരിക്കുന്നു, ദേവകിയിരിക്കുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ആകാശത്തിൽ നിന്നൊരു അശരീരി നിപതിച്ചു. എന്താണ് അശരീരി? ഹേ മഹാപാപിയായ കംസ, നിന്റെ സഹോദരിയായ ദേവകിക്കുണ്ടാകുന്ന 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനായിരിക്കും എന്നതായിരുന്നു ആ ശരീരി. ആ ശരീരി കേട്ടപാടെ ഈ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചിരിക്കുന്ന കംസൻ അതിൽ നിന്ന് ചാടിയിറങ്ങുകയും നേരെ ദേവകിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് താഴത്ത് കൊണ്ടുവന്ന ആ ദേവകിയെ വധിക്കാൻ ഒരുങ്ങുകയും ചെയ്തപ്പോഴേക്കും വസുദേവര് കയ്യിൽ പിടിച്ചു, അരുതേ അരുതേ അരുതേ, എന്നെങ്കിലും ഒരിക്കൽ സംഭവിച്ചേ മതിയാവൂ. എന്ത്? മരണം അല്ലേ? മരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? എന്നെങ്കിലും ഒരിക്കൽ സംഭവിച്ചേക്കാവുന്നതായ ആ മരണത്തെ പേടിച്ച് മഹാപാപങ്ങൾ ചെയ്തു കൂട്ടാതിരിക്കൂ എന്നിങ്ങനെ പറഞ്ഞിട്ടും ആ ദുഷ്ടന്റെ കണ്ണുകൾ ദേവകി ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുക, ദഹിപ്പിക്കുന്ന വിധത്തിൽ. അവസാനം വസുദേവര് പറഞ്ഞത് എന്താ? ഇവളല്ലല്ലോ അങ്ങയുടെ ശത്രു, ഇവൾക്കുണ്ടാകുന്ന പുത്രന്മാരല്ലേ, അവരെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാം, അവരെ കൊല്ലിയെ വളർത്തി എന്താച്ചാ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ തൽക്കാലം ദേവകിയെ സ്വതന്ത്രയാക്കി. ഈ രംഗം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനുശേഷമുള്ള രംഗങ്ങൾ
അതിനി തുടർന്ന് ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭാഗവതത്തിലെ ദശമസ്കന്ധം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരും. പറഞ്ഞു തരാൻ എനിക്ക് യാതൊരു വിഷമവുമില്ല. അതിന് പക്ഷേ സന്താനഗോപാലമൂർത്തിയും കൂടി അനുഗ്രഹിക്കണം, അനുവദിക്കണം, ആഗ്രഹിക്കണം. ഈശ്വരൻ ആഗ്രഹിക്കണം ഈശ്വരന്റെ കഥ കേൾക്കാൻ, അല്ലേ? ഈശ്വരേച്ഛയാണ് കഥ പറയുന്നവരെ ഓരോ ഈശ്വര സന്നിധാനങ്ങളിലേക്കും എത്തിക്കുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ട കുതിരവണ്ടിക്കാരൻ ആരാണ്? കംസനാണ്, അല്ലേ? ആ കുതിരവണ്ടി നിങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടുവോ? കണ്ടു. ആ കുതിരവണ്ടിയിലും കുതിരകളുണ്ട്, വണ്ടിയുണ്ട്, വണ്ടിയിൽ കംസനുണ്ട്. ചമ്മട്ടി എന്തിയ കംസനാണ്. ആ കുതിരവണ്ടിയിൽ ഇരിക്കുന്നവർക്ക് എന്ത് സംഭവിച്ചു? കംസൻ ഓടിക്കുന്ന കുതിരവണ്ടിയിൽ ഇരുന്നവർക്ക് പിന്നെ കിട്ടിയത് ഘോരമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ മധുരാപുരിയിലെ കാരാഗ്രഹത്തിന്റെ ഇരുട്ടായിരുന്നു. ജീവിതം മുഴുവൻ ഈശ്വരനെ പ്രസവിച്ച അമ്മയ്ക്ക് പോലും എന്നും കരയേണ്ടി വന്നു. കണ്ണീരൊഴിഞ്ഞൊരു നേരം ഉണ്ടായില്ല. ഉണ്ടായോ? എത്ര കാലം? 12 വർഷം. അങ്ങനെ കംസൻ ഓടിച്ച കുതിരവണ്ടിയിലിരുന്ന ദേവകീ വസുദേവന്മാരാകുന്ന അച്ഛനമ്മമാരാണോ നിങ്ങൾ? അതോ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഓടിച്ച കുതിരവണ്ടിയിലിരിക്കുന്ന അർജുനൻ എന്ന വിഷാദരോഗിയാണോ നിങ്ങൾ? രണ്ടായാലും അല്ലേ, കുതിരവണ്ടിയാണ്, അല്ലേ? ഏതാ? രണ്ടിനും പരിഹാരമുണ്ട്. ഒന്നിന്റെ പരിഹാരം, നിങ്ങൾ അർജുനനെ പോലെയുള്ള വിഷാദത്തിലാണ് പെട്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ചാണ് നിങ്ങളുടെ ആവലാതിയെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങൾക്ക് വേണ്ടതുപോലെ സന്തോഷമില്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള കർമ്മങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുവാനുള്ളതായ ആരോഗ്യം എനിക്കില്ല, എനിക്ക് അതിനുള്ള ആയുസ്സില്ല, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയല്ല, എനിക്ക് അതിനുള്ള സമ്പത്തില്ല എന്നതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, എന്ത് പ്രശ്നങ്ങളായാലും ആ കുതിരവണ്ടിക്കാരനോട് പറഞ്ഞാൽ ആ കുതിരവണ്ടിക്കാരൻ കൃത്യമായി പ്രശ്നത്തിനുള്ള ഉത്തരങ്ങൾ തരും. ആ ഉത്തരങ്ങളാണ് മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനി പ്രിയോസിമേ, ഞാനിതാ സത്യം ചെയ്യുന്നു, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ, നീ എല്ലാ ധർമ്മകർമ്മ ചിന്തകളെയും വിട്ടേക്കൂ, നീ എന്നെ ശരണം പ്രാപിക്കുക. എന്നെ മനസ്സിൽ ചേർത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുവോ അത് സത്യമായി തീരും എന്ന ഭഗവാന്റെ ആ അരുൾ വാക്കുകളിലൂടെ സഞ്ചരിച്ചാൽ അർജുനന് ബാധിച്ച വിഷാദയോഗം എങ്ങനെയാണോ കൃഷ്ണന്റെ അരുൾ വാക്കുകളിലൂടെ ഇല്ലാതായത്, അതുപോലെ ഭഗവത്ഗീത വായിച്ച് നമുക്കും അതില്ലാതാക്കാം. ആ ഭഗവത്ഗീത പകർന്നു കൊടുത്ത സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ വിളിക്കുന്നത് വിദ്യാഗോപാലമൂർത്തി എന്നാണ്. ഇനി കംസന്റെ രഥത്തിലാണ് ഇരിക്കുന്നതെങ്കിലോ നിവൃത്തിയൊന്നുമില്ല. ഈ അസ്വാതന്ത്ര്യത്തിന്റെ കൂരിരട്ടത്തിരുന്ന് ഈശ്വരൻ നമുക്ക് അരികിലേക്ക് വന്ന് നമ്മെ സ്വതന്ത്രരാക്കുന്നത് വരെ കരഞ്ഞേ പറ്റൂ, കാത്തിരുന്നേ പറ്റൂ. കാരണം കംസത്വം എന്ന് പറയുന്നത്, കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമാണ്. ഈ ശരീരമാണ് ഞാൻ എന്ന ബോധമാണ് കംസത്വം. അപ്പൊ ശരീരമാണ് ഞാൻ എന്ന ബോധത്തിൽ നിങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം ആ ശരീരം ഇല്ലാതാവുന്നത് വരെ നിങ്ങളെ ദുഃഖങ്ങൾ പിടികൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഏത് കുതിരവണ്ടിയിൽ കയറാം? ഏത് കുതിരവണ്ടിയിൽ കയറാം? ആരും ഒന്നും മിണ്ടുന്നില്ല. അർജുനന്റെ കുതിരവണ്ടിയിൽ കയറാം, അല്ലേ? അങ്ങനെ കയറിക്കഴിഞ്ഞാൽ നമുക്കൊരു കുതിരവണ്ടി യാത്ര ഒന്നുകൂടി പോകേണ്ടതുണ്ട്. അത് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ എൻ്റെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകേണ്ടതുണ്ട്. ഏതോ ഒരു കർക്കിടകത്തിലെ മനോഹരമായ ഒരു മഴയത്താണ് ഞാൻ എൻ്റെ അമ്മയ്ക്കരികിലിരുന്ന് കിടന്ന് കണ്ണു തുറന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ നിന്ന്
പുറത്തേക്ക് വന്ന് കണ്ണു തുറന്നത് ഏതോ ഒരു മഴയത്താണ്. മഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സുഖമാണിപ്പോ. അപ്പൊ നിങ്ങൾ അതൊന്ന് ഭാവന ചെയ്തു നോക്കൂ. അങ്ങനെയുള്ളതായ ആ മഴക്കാലത്ത് ജനിച്ച എൻ്റെ കുട്ടിക്കാലത്തിലെ ഒരു ഓർമ്മയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഓരോരുത്തരും അവരവരുടേതായിരിക്കുന്ന ആ ഓർമ്മകളിലേക്ക് എപ്പോഴെങ്കിലും ചേർന്ന് നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷം, അത്തരത്തിലുള്ളതായ ആ സന്തോഷങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഓർമ്മകളിലൂടെ യാത്ര പോകാറുണ്ട്. അപ്പം നിങ്ങളെയും ഞാൻ ആ ഓർമ്മകളിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോരുന്നത്. നിങ്ങൾ കുതിരവണ്ടിയിൽ തന്നെ ഇല്ലേ? ഉണ്ട്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ മുത്തശ്ശി എന്നെ കൊട്ടത്തളത്തിൽ കൊണ്ടുപോയി തലയെ കൂടെ വെള്ളം ഒഴിക്കും. കൊട്ടത്തളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കോരി എടുക്കുന്നതായ സ്ഥലം. അവിടെ ഒരു കല്ല് കാണാം. ആ കല്ലിൻ്റെ അവിടെ കൊണ്ടുപോയാൽ വെള്ളം കോരി ഒഴിക്കും. അതല്ല, വലിയ മഴയൊന്നും ഇല്ലാത്ത കാലമാണെങ്കിൽ കുളത്തിൽ കൊണ്ടുപോയി മുക്കിക്കൊണ്ടുവരും അല്ലേ. എന്തിനാണെന്നറിയോ? പുലർച്ചെ 5 മണിക്കാണ് മുത്തശ്ശിയുടെ ഒപ്പം അമ്പലത്തിലേക്ക് പോകണം. അമ്പലത്തിലേക്ക് പോകുമ്പം അവിടെ ഭഗവാന് നേദിക്കാൻ ഇത്രയ്ക്ക് പോകുന്നൊരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ പാലുണ്ടാവും, വേറൊരു ചെറിയൊരു ഉരുളിയുണ്ട്, ആ ഉരുളിയിൽ കുറച്ച് നിവേദ്യവും ഉണ്ടാവും. ഇത് ഞാനാണ് കൈ പിടിക്കുക, ഒപ്പം മുത്തശ്ശിയുടെ കൈയും പിടിക്കണം, വീഴാതിരിക്കണ്ടേ. അങ്ങനെ വലിയൊരു പാടമാണ്. ആ പാടവരമ്പിന്റെ നടുവിലൂടെ സഞ്ചരിക്കും. സൂര്യൻ വന്ന് എത്തി നോക്കിയിട്ട് പോലുമില്ല. എത്തി നോക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ കിഴക്ക് ഭാഗത്ത് അല്ലേ. വഴിയൊന്നും വേണ്ടതുപോലെ തെളിയുന്നില്ല. വരമ്പിലൂടെ നടക്കുമ്പോൾ ഒരു വശത്ത് കുളമാണ്, മറ്റൊരു വശത്ത് ചേറാണ്. അങ്ങനെ ഈ വരമ്പത്ത് മുത്തശ്ശി വീഴാതിരിക്കാൻ ഞാൻ മുത്തശ്ശിയുടെ കൈ പിടിച്ച് അമ്പലത്തിലേക്ക് പോയിരുന്ന ഒരു കുട്ടിക്കാലത്തെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. കണ്ടുവോ മുത്തശ്ശിയുടെ കൈയും പിടിച്ചു പോകുന്ന ആ കുട്ടിയെ? അങ്ങനെ പോയി കഴിഞ്ഞാൽ അമ്പലത്തിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ താക്കോലിട്ട് തുറന്ന് അകത്തേക്ക് കടന്ന് ശ്രീകോവിലും തുറന്നു കഴിഞ്ഞാൽ ആ ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മണം വരും, നിർമാല്യത്തിന്റെ മണം. ആ വിഗ്രഹം കഴുകി വൃത്തിയാക്കി ആ വിഗ്രഹത്തിലേക്ക് പാലഭിഷേകം ചെയ്യും. അത് കഴിഞ്ഞാൽ മുത്തശ്ശി നേദിക്കും, പുഷ്പാഞ്ജലി ചെയ്യും. എന്നിട്ട് ആ പാദങ്ങളിൽ കൈ രണ്ടും ചേർത്ത് വെച്ച് ശിരസ് ആ പാദങ്ങളിൽ മുട്ടിച്ചുകൊണ്ട് മുത്തശ്ശി എന്തൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മുത്തശ്ശി ആ നിവേദ്യപാത്രം എനിക്ക് തരും. ഞാൻ ആ നിവേദ്യപാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് പോകും. പുറത്ത് നേരെ അഗ്നികോണിന്റെ അവിടെ എത്തും. അവിടെ ഒരു വെരിക്കല്ലുണ്ട്. ആ വെരിക്കല്ലിൽ ഈ നിവേദ്യം ഇടണം. നിവേദ്യം ഇടുമ്പോൾ പകുതി നിവേദ്യം അതിലിടും, ബാക്കി പകുതി എനിക്കുള്ളതാണ്. അതാണ് ഞാനും മുത്തശ്ശിയും തമ്മിലുള്ളതായ ഒരു കരാർ. എന്നിട്ട് മാറി നിൽക്കുമ്പോൾ അവിടെ വരി വരിയായി കാക്കകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാം. അവയൊക്കെ ഈ വെരിക്കല്ലിലെ നിവേദ്യം കൊത്തി തിന്ന് പറന്നു പോകും. അവ കൊത്തി തിന്നുന്നതിനുമുണ്ട് ചില ക്രമങ്ങൾ. ആദ്യം വന്ന് കൊത്തുന്ന കാക്ക, രണ്ടാമത് വന്ന് കൊത്തുന്ന കാക്ക, കാക്കകൾ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്ന പക്ഷികൾ, പിന്നെ വരുന്ന അണ്ണാൻ മുതലായവ. ഇതിനെല്ലാറ്റിനും ക്രമമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വെല്യമ്പലത്തിന്റെ ഒരു അരികത്ത് ഒരു ചെറിയൊരു പായിട്ട് അവിടെ ഇരിക്കും. പ്രസാദപാത്രം കയ്യിലുണ്ടാവും. മുത്തശ്ശി അപ്പുറത്തിരിക്കും, ഞാൻ ഇപ്പുറത്ത് നിവേദ്യവും പിടിച്ച് കുറച്ച് ആളുകൾക്ക് കൊടുക്കാനുള്ള തീർത്ഥവും പിടിച്ചിരിക്കും. അപ്പം ഞാൻ തീർത്ഥം കൊടുക്കും, അപ്പുറത്ത് മുത്തശ്ശി പ്രസാദം കൊടുക്കും. ഇങ്ങനെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇതൊക്കെ കൊടുക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും വരുന്ന ഭക്തജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്തു കൊടുത്ത് വയ്യാണ്ടാവുന്നു. അങ്ങനെയൊന്നുമില്ല. ഒരാള് 6 മണിക്ക് വന്നാൽ പിന്നത്തെ ആൾ 8 മണിക്കാ വരിക. അങ്ങനെ നടയടച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇല്ലത്തെത്തിക്കഴിഞ്ഞാലാണ് പിന്നെ ദോശയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാറ്. ഇതാണ് എൻ്റെ ഓർമ്മ. ഈ ഓർമ്മയ്ക്കിടയിൽ ഒരു കാര്യം, ആ ശിലാവിഗ്രഹത്തിൽ നിർമാല്യത്തിന്റെ ഗന്ധം നുകർന്ന് അഭിഷേകം കഴിഞ്ഞ് മുത്തശ്ശി ആ പാദത്തിൽ കൈ ചേർത്ത് വെച്ച് എന്തൊക്കെയോ പറയാറുണ്ടെന്ന് പറഞ്ഞില്ലേ. ഒരു ദിവസം ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി എന്താ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ മുത്തശ്ശി പറഞ്ഞു, ഉണ്ണി, പ്രാർത്ഥിക്കാൻ ഒരുപാടുണ്ട്, പക്ഷെ ഉണ്ണി എന്താ പ്രാർത്ഥിക്കണ്ടേന്നറിയോ? അഭയം തരൂ എന്നാണ്. എനിക്കന്ന് ആ വാക്കിന്റെ അർത്ഥം അറിയുമായിരുന്നില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ ആ വാക്കിന്റെ സൗന്ദര്യത്തിലേക്ക്, അർത്ഥത്തിലേക്ക്, ഭാവനയുടെ സൗന്ദര്യങ്ങളിലേക്കും മനോഹാരിതകളിലേക്കും ഒക്കെ ഇറങ്ങിച്ചെല്ലാൻ ഭാഗവതത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും രാമായണത്തിലൂടെയും പുരാണങ്ങളിലൂടെയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ അല്പമെങ്കിലും സാധിച്ചിട്ടുണ്ട്.
അപ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന ചോദ്യത്തിന് മുത്തശ്ശി തന്ന ഒറ്റ വാക്കിലെ ഉത്തരമാണ് അഭയം തരൂ എന്ന്. മുത്തശ്ശി അന്ന് പ്രാർത്ഥിച്ചതോ സാക്ഷാൽ ശ്രീ സന്താനഗോപാലമൂർത്തിയോടാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഇല്ലത്തെ പരദേവത സന്താനഗോപാലമൂർത്തിയാണ്. അതുകൊണ്ട് ഞാൻ അകത്ത് ചെന്നപ്പോൾ നന്നായി ഒന്ന് നോക്കി, അതേ വിഗ്രഹം തന്നെ, ഒരു വ്യത്യാസവുമില്ല. അതേ ഛായ, അതേ ഭാവം. അങ്ങനെയുള്ള സന്താനഗോപാലമൂർത്തിയെക്കുറിച്ച് ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി ആരാണ് ഈ സന്താനഗോപാലമൂർത്തി? അപ്പൊ മുത്തശ്ശി എന്നെ കൊണ്ടുപോയ ആ വഴിയിലൂടെ ഞാനിപ്പൊ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. കുതിരവണ്ടിയിൽ തന്നെയല്ലേ? അതിന് നമ്മൾ എത്തുന്നത് ദ്വാരകയിലാണ്. ആ ദ്വാരകയുടെ നാഥനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകാനാഥനായി ഒരു വശത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടരികത്തിരിക്കുന്നത് ബലരാമനാണ്. പക്ഷേ ഈ ബലരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ഇരിപ്പിടങ്ങൾക്കിടയിൽ ഒരു ഇരിപ്പിടം അതെന്നും ശൂന്യമായി കിടക്കും. അത് ആർക്കുള്ളതാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉറ്റമിത്രത്തിനുള്ളതാണത്രേ. അവിടെ വേറെ ആരും ഇരിക്കാറില്ല. അത് സാക്ഷാൽ അർജുനനാണ്. അങ്ങനെ ദ്വാരകാപുരിയിൽ അർജുനൻ വന്ന് താമസിക്കുന്നതായ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ സഭ നടക്കുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ സഭയുടെ പേര് സുധർമ്മ എന്നാണ്. ആ സുധർമ്മ എന്ന മന്ത്രിസഭ അനവധി കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുധർമ്മ എന്ന മന്ത്രിസഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ വന്ന് ആരെങ്കിലും എന്തെങ്കിലും പരാതി പറഞ്ഞാൽ ആ പരാതി അന്ന് അർദ്ധരാത്രി കഴിഞ്ഞ് നേരം പുലരുന്നതിന് മുമ്പ് നടപ്പിലാക്കിയിരിക്കും. അതാണ് സുധർമ്മ എന്ന മന്ത്രിസഭയുടെ പ്രത്യേകത. അങ്ങനെയുള്ളതായ ആ മന്ത്രിസഭ പലതരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറത്തു നിന്ന് എന്തൊക്കെയോ ഉഗ്രങ്ങളായിരിക്കുന്നതായ ഘോരങ്ങളായിരിക്കുന്ന ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ് അർജുനൻ കാതോർത്തു. ആരോ എന്തോ ശകാരിക്കുന്നത് പോലെ അർജുനൻ ചാടി എഴുന്നേറ്റു. സഭയിലേക്ക് നോക്കി. സഭയിലുള്ള ആരും അത് ശ്രദ്ധിക്കുന്നില്ല. അവരൊക്കെ അവരുടേതായിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ചു പേര് അപ്പുറത്ത് ചർച്ച ചെയ്തു, കുറച്ചു പേര് ഇപ്പുറത്ത്, അല്ലേ? ചിലര് ഗതാഗതത്തെക്കുറിച്ച്, ചിലര് ആയുധവിദ്യ പഠിപ്പിക്കുന്ന കളരിയെക്കുറിച്ച്, ഇനിയും ചിലർ വേദപാഠശാലയെക്കുറിച്ച്. ഇങ്ങനെ പലതരം ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അർജുനൻ വിചാരിച്ചു, ഇതെന്താ ആരും കേൾക്കാത്തത്? അർജുനൻ വേഗം ചെവി വട്ടം പിടിച്ച് പുറത്തേക്ക് നടന്നു. രാജകവാടത്തിന്റെ പുറത്ത് കടന്ന് നോക്കിയപ്പോൾ ആ പ്രധാനപ്പെട്ട കവാടത്തിൽ ഒരു ബ്രാഹ്മണൻ നിന്നുകൊണ്ട് മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് യദുവംശത്തിലെ സകലരെയും ശകാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ യദുവംശത്തിൽ അല്ലെങ്കിലും ആരെങ്കിലും നീതിമാന്മാരായിട്ടുണ്ടോ? ധർമ്മം അറിയുന്നവരുണ്ടോ? അവരാരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ളതായ ആഭിചാരങ്ങൾ ചെയ്യുന്നവരാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഇതാ എൻ്റെ പൊന്നോമനപുത്രൻ മരിച്ചു കിടക്കുന്നത് എന്ന് പറഞ്ഞ് മാറത്തടിച്ച് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണന്റെ മുന്നിൽ ഒരു മരിച്ച ആൺകുട്ടിയുടെ ശരീരവുമുണ്ട്. അർജുനൻ ആകെ വിഷമായി. കാരണം ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് ബ്രാഹ്മണൻ? കൃഷ്ണനെ കുറിച്ച്, ബലരാമനെ കുറിച്ച്, അല്ലേ? ഇവരെ കുറിച്ചൊക്കെ ഇത്രത്തോളം ശകാരം പറഞ്ഞിട്ടും ഈ ബ്രാഹ്മണനോട് ആരും വന്ന് ഒന്നും ചോദിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അർജുനൻ ഇവിടെ ഉണ്ടല്ലോ. അർജുനനുള്ളപ്പോൾ ഇവിടെ ഒരിക്കലും ഒരധർമ്മവും നടക്കാൻ പാടില്ല എന്ന ഭാവത്തോടു കൂടി അർജുനൻ നേരെ ചെന്നു ആ ബ്രാഹ്മണന്റെ അരികിൽ. എന്നിട്ട് ചോദിച്ചു കൈകൂപ്പി, എന്താണ് ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ അങ്ങ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, യദുക്കളെയെല്ലാം കുറ്റം പറയുന്നത്? ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്കുണ്ടായ മക്കളൊക്കെ മരിച്ചുപോയി. ഓരോ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോഴും അവരുടെ മൃതശരീരം ഞാൻ ഈ രാജസദസ്സിന്റെ കവാടത്തിൽ കൊണ്ടുവന്ന് വെച്ച് അലമുറയിട്ട് കരഞ്ഞു. ഒരാൾ വന്നു പോലും ചോദിച്ചില്ല. ഏത് രാജ്യത്തിലാണ്, ഏത് ദേശത്തിലാണ് ബാലമരണങ്ങൾ നടക്കുന്നത്, അകാരണമായിരിക്കുന്ന മൃത്യു ഉണ്ടാവുന്നത്, മഹാരോഗങ്ങൾ ഉണ്ടാവുന്നത്? ആ രാജ്യത്തിന്റെ അധികാരികൾ ആഭിചാര പ്രവർത്തികളിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ അവർ സ്വാർത്ഥന്മാരാണ് എന്നതാണ് ദൃഷ്ടാന്തം. കാലം തെളിയിച്ചതാണ്. അത്തരത്തിൽ അധർമ്മമാർഗികളായിരിക്കുന്ന രാജാക്കന്മാർ ഭരിക്കുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിൽ ആയുസ് വേണ്ടതുപോലെ അനുഭവിച്ച് തീർക്കാൻ കഴിയാതെ ജീവന്മാർ ശരീരം വിട്ടു പോകുന്നത്. എന്റെ പൊന്നോമനകളെ ഒന്ന് കണ്ട് കൊതി തീർന്നിട്ടില്ല എനിക്ക്. അതിനു മുമ്പ് അവരുടെ ശരീരം നിശ്ചലമാകുന്നത് കണ്ട് കരഞ്ഞു. ഞാൻ കരഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ല. പരാതി കേൾക്കാത്തവരായിരിക്കുന്ന ഭരണാധികാരികളെ കൊണ്ട് ഈ നാടിന് എന്ത് ഉപകാരമാണുള്ളത്? ബ്രാഹ്മണൻ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ
അർജുനൻ പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് കരയാതിരിക്കും. ഇതിനെല്ലാറ്റിനും ഒരു പരിഹാരമുണ്ടല്ലോ. ഞാൻ അങ്ങയുടെ കുഞ്ഞിനെ രക്ഷിക്കാം, ഇനി ഉണ്ടാകുന്ന കുഞ്ഞിനെ ഞാൻ രക്ഷിക്കാം. ഇത് പറഞ്ഞപ്പോ ആ ബ്രാഹ്മണൻ ഒന്ന് നോക്കി. ഇവിടെ സാക്ഷാൽ സംഘർഷണമൂർത്തി ശ്രീകൃഷ്ണ ഭഗവാൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സാമ്പൻ, ഇങ്ങനെ വില്ലാളി വീരന്മാരായിരിക്കുന്ന യാദവന്മാരുള്ളപ്പോൾ അവർക്കാർക്കും ചെയ്യാൻ തോന്നാത്ത കാര്യം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന നീ ആരാണ് എന്നാണ് ചോദ്യം. അത് കേട്ടപ്പോ അർജുനന് കുറച്ച് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ, എന്റെ കയ്യിലെ ഗാന്ധീവം കണ്ടിട്ടും മനസ്സിലായില്ലേ എന്ന ഭാവത്തിൽ അർജുനൻ പറയുന്നു, നാഹം സംഘർഷണോ ബ്രഹ്മൻ ന കൃഷ്ണകാർഷ്ണിരേവച അഹംബ അർജുനോ നാമ. ഞാൻ അർജുനാണ്. ആരുടെ കയ്യിലാണോ ഗാന്ധീവമുള്ളത് ആ വിജയനായിരിക്കുന്ന അർജുനനാണ് ഞാൻ. കൃഷ്ണനല്ല, ബലരാമനല്ല, അനിരുദ്ധനല്ല, സാമ്പനല്ല, പ്രദ്യുമ്നനല്ല. അപ്പൊ ബ്രാഹ്മണൻ ചോദിച്ചു, ഇനി എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ രക്ഷിക്കാമെന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്താ അതിനുറപ്പ്? അങ്ങ് വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അർജുനൻ പറഞ്ഞു, ഞാനിതാ സത്യം ചെയ്യുന്നു. ഗാന്ധീവധാരിയായ അർജുനൻ സത്യം ചെയ്യുന്നു, ഇനി അങ്ങേക്ക് ജനിക്കുന്ന കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ എന്റെ ദേഹത്തെ പരിത്യജിക്കും. ഇത് സത്യം, സത്യം, സത്യം. സത്യവും കഴിഞ്ഞു. വേഗം തന്നെ ബ്രാഹ്മണൻ മടങ്ങുകയാണ്. അപ്പൊ അർജുനൻ പറഞ്ഞു, ധർമ്മപത്നി ഗർഭം ധരിച്ചാൽ സമയമാകുമ്പോൾ എന്നെ അറിയിക്കണം. ഇത്രയും പറഞ്ഞിട്ടാണ് ബ്രാഹ്മണൻ പോകുന്നത്. അർജുനൻ അതാ നേരെ ദ്വാരകയിൽ ചെന്ന് കൃഷ്ണനോട് യാത്രാനുമതിയും വാങ്ങി തൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. കാലങ്ങൾ കഴിഞ്ഞു. യഥാകാലം എത്തിയപ്പോൾ അർജുനന്റെ അരികത്തേക്ക് ബ്രാഹ്മണന്റെ ഒരു ദൂതൻ വന്നു. അർജുനൻ വേഗം തന്നെ ഗാന്ധീവം കയ്യിലെടുത്തു. ആയുധങ്ങളൊക്കെ വേണ്ടതുപോലെ തയ്യാറാക്കി, ആവനാഴിയൊക്കെ തൂക്കി വീരഭാവത്തിൽ ദ്വാരകയിലേക്ക് പുറപ്പെടുകയാണ്. ദ്വാരകയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് നേരെ ജ്യേഷ്ഠനായ ധർമ്മപുത്രരുടെ അരികത്ത് വന്നു തൊഴുതു. അനുവാദം ചോദിച്ചപ്പോൾ ധർമ്മപുത്രര് പറഞ്ഞു, ഹേ അർജുന, സത്യം എവിടെയുണ്ടോ അവിടെ എപ്പോഴും ജയമുണ്ടെന്നറിഞ്ഞ് നിന്റെ കർമ്മങ്ങൾ നീ വേണ്ടതുപോലെ നിറവേറ്റുക. കൃഷ്ണനുണ്ടല്ലോ, അതാണ് എനിക്ക് സമാധാനം എന്നും പറഞ്ഞ് അർജുനെ യാത്രയാക്കുന്നു. ഭീമസേനന്റെ അരികത്ത് ചെന്നു. ഭീമസേനൻ ചോദിച്ചു, അല്ല അർജുന, അവിടെ കൃഷ്ണനും ബലരാമനും ബാക്കിയുള്ളവരും ഒക്കെ ഇല്ലേ? ഈ ചോദ്യത്തിന്റെ അന്തരാർത്ഥം അർജുനന് മനസ്സിലായില്ല. കാരണം പറഞ്ഞത് ഈ പോക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തോ കാര്യം ഏറ്റെടുത്തത് നടപ്പിലാക്കാൻ പോകുന്നത് പോലെയുണ്ട്. അതാണ് ഭീമസേനന്റെ ചോദ്യം. കാരണം ഭീമസേനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതം വായിച്ചു നോക്കിയാലേ നമുക്ക് മനസ്സിലാവൂ, കൃഷ്ണൻ എന്താണെന്നും കൃഷ്ണൻ ആരാണെന്നും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരാൾ ഭീമസേനാണ്. ഭീമസേനൻ എന്താണെന്നും ആ ഭീമസേനന്റെ ശക്തി എന്താണെന്നും വേണ്ടതുപോലെ അറിയാവുന്ന ഒരേ ഒരാൾ കൃഷ്ണനാണ്. ഇതാണ് അവർ തമ്മിലുള്ളതായ ബന്ധം. ആ ബന്ധം അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് മഹാഭാരതത്തിൽ ഭീമസേനൻ ഒരു ചോദ്യവും കൃഷ്ണനോട് ചോദിക്കുന്നത് കണ്ടിട്ടില്ല. ഭീമസേനന് വേണ്ടി ഒരു ഗീതോപദേശവും കൃഷ്ണൻ ചെയ്തിട്ടുമില്ല. പക്ഷെ മഹാഭാരതത്തിലെ അധർമ്മികളായ അന്ധനായ രാജാവിന്റെ 100 പുത്രന്മാരെയും ഗദ കൊണ്ട് അടിച്ച് കൊന്നത് ഭീമനാണ്. ഒരു സംശയവും ഭീമസേനുണ്ടായിരുന്നില്ല സ്വന്തം കർമ്മത്തെക്കുറിച്ച്. അർജുനെ യാത്രയാക്കി. നകുല സഹദേവന്മാരും പുഞ്ചിരി തൂകി അർജുനെ യാത്ര മംഗളങ്ങൾ നേർന്നു. അർജുനൻ അതാ ദ്വാരകയിലെത്തി. ദ്വാരകയിൽ തന്റെ സിംഹാസനത്തിൽ കയറി അങ്ങനെ ഇരിക്കുകയാണ്. ദ്വാരകയിൽ വന്ന പാടെ ആ ബ്രാഹ്മണന്റെ ദൂതൻ വീണ്ടും വന്നു. അപ്പോൾ ആ ദൂതന്റെ ഒപ്പം അർജുനൻ നേരെ ബ്രാഹ്മണന്റെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ പേറ്റുനോവ് അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായി. അർജുനൻ വേഗം തൻ്റെ ഗാന്ധീവം കയ്യിലെടുത്തു, അസ്ത്രമെടുത്തു. തൻ്റെ ഗുരുനാഥനായിരിക്കുന്ന സാക്ഷാൽ കിരാതമൂർത്തി, പശുപതിയായിരിക്കുന്ന സാക്ഷാൽ മഹാദേവൻ, ആ മഹാദേവനെ മനസ്സിൽ സ്മരിച്ചു. എല്ലാവരും മഹാഭാരത യുദ്ധത്തിൽ വിജയൻ എന്ന് പേര് കേട്ടതായ അർജുനന്റെ ഗുരുവായി ദ്രോണാചാര്യർ എന്നൊക്കെ പറയുമ്പോഴും അർജുനൻ എപ്പോഴും ഗുരുവായി മനസ്സിൽ സ്മരിക്കുന്നത് സാക്ഷാൽ പശുപതിയായ ശ്രീരുദ്രനെയാണ്. അത് മഹാഭാരതം വായിച്ചാലേ നമുക്ക് മനസ്സിലാവൂ. അങ്ങനെയുള്ളതായ അർജുനൻ ആ അസ്ത്രം ഒന്നൊന്നായി എടുത്തു. എടുക്കുമ്പോൾ 10, തൊടുക്കുമ്പോൾ 100.
അത് ലക്ഷ്യസ്ഥാനത്തിലേക്ക് കുതിക്കുമ്പോൾ 1000 1000 10,000 ലക്ഷമായി അങ്ങനെ ഓരോ അസ്ത്രങ്ങൾക്ക് പിന്നീടും ഒന്നൊന്നായി ആ ബ്രാഹ്മണന്റെ ഗൃഹത്തിന് ചുറ്റും ഒരു ശരകൂടം നിർമ്മിക്കപ്പെട്ടു. അർജുനൻ പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിലേക്ക് സാക്ഷാൽ യമധർമ്മന് പോലും കടന്നു വരാൻ സാധിക്കുകയില്ല. അങ്ങ് ധൈര്യമായിട്ടിരുന്നോളൂ, ഞാൻ ദ്വാരകയിലുണ്ടാവും, കുട്ടി ഉണ്ടായി അറിയിച്ചോളൂ എന്നും പറഞ്ഞ് അർജുനൻ ഒരു പോക്കും പോയി. അർജുനൻ ദ്വാരകയിലെ ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും മധ്യത്തിലുള്ള സിംഹാസനത്തിൽ ഇരിപ്പ് ഇങ്ങനെ ഉറയ്ക്കുന്നില്ല. കാരണം അവിടെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അർജുനൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കുക. ഇപ്പൊ ബ്രാഹ്മണൻ വരും, എന്തു പറയും? ഇതുവരെ യദുക്കളായ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന പ്രശംസാവചനവുമായി ഇപ്പൊ വരും. ആര്? ആ ബ്രാഹ്മണൻ. അതും കാതോർത്തിട്ടാണ് അർജുനന്റെ ഇരിപ്പ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അർജുനൻ എവിടെ, എന്തോ അവന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുല്ലോ എന്നൊക്കെ പറഞ്ഞ് ശകാരങ്ങളാണ് കേൾക്കുന്നത്. അർജുനൻ വേഗം ചാടി ഇരുന്നിട്ട് ഇതെന്താ അത്? വേഗം എഴുന്നേറ്റ് പുറത്ത് നിന്ന് നോക്കിയപ്പോ ബ്രാഹ്മണൻ ഇങ്ങനെ കലിതുള്ളിക്കൊണ്ട് നിൽക്കുകയാണ്. അർജുനൻ, എന്താ ബ്രാഹ്മണ ശ്രേഷ്ഠ, പതുക്കെ പറയൂ, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ വന്നല്ലോ, എന്താ ഉണ്ടായേ? അപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു, ഓ നീ വന്നോ, എന്തൊക്കെയായിരുന്നു വീരവാദം, കയ്യിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ അതിന്റെ പേര്? ഗാന്ധീവെന്നോ വിജയനെന്നോ? നിന്റെ പേര്, നീ എന്ത് വിജയിച്ചു എന്നാണ് പറയുന്നത്? വാക്ക് മാറാത്തവനെന്നോ? ഇത്രയും കാലം എനിക്ക് എന്റെ ഭാര്യ പ്രസവിച്ചപ്പോ എനിക്ക് കെട്ടിപ്പിടിച്ച് കരയാൻ എന്റെ കുട്ടിയുടെ മൃതദേഹമെങ്കിലും ഉണ്ടായിരുന്നു. ഇത്തവണയോ ആ കുട്ടി അടക്കം ശരകൂടവും പൊളിച്ച് മുളയ്ക്ക് പോയി. എവിടേക്കാ പോയെന്നൊരു പിടുത്തമില്ല. ഇത് പറഞ്ഞപ്പോ അർജുനൻ, ഞാൻ നോക്കട്ടെ, അന്വേഷിക്കട്ടെ, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് ശാന്തനാവൂ, അങ്ങ് ഗൃഹത്തിലേക്ക് ചെല്ലൂ, ഞാൻ പോയി കൊണ്ടുവരാം. ഈ പ്രപഞ്ചത്തിൽ എവിടെയാണെങ്കിലും, യമന്റെ പുരിയിൽ പോയിട്ടാണെങ്കിലും അങ്ങയുടെ പുത്രനെ ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞ അർജുനൻ അതാ ഗാന്ധീവം കയ്യിലെടുത്തുകൊണ്ട് നേരെ യമലോകത്തേക്ക് പോയി. എവിടെ? ആ ബ്രാഹ്മണന്റെ കുട്ടി എവിടെ? സംയമനി എന്ന പുരിയിൽ വിചാരഭൂ എന്ന സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തിലെ സകല ജീവന്മാരെയും അവരവർ ചെയ്തതായ കർമ്മത്തിന്റെ ഫലത്തിന് അനുസരിച്ചുള്ളതായ ഓരോ ശരീരങ്ങളിലെ വാസനാഗുണങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി വാസനകളെ മുഴുവനും നശിപ്പിച്ചങ്ങനെ ശരീരങ്ങളിലേക്ക് യോഗ്യമായിരിക്കുന്നതായ ജീവന്മാരാക്കി അവിടെ നിന്ന് പുറത്തേക്ക് വിടുന്നതായ യമദേവൻ അവിടേക്ക് വന്ന് അർജുനനോട് പറഞ്ഞു, ഹേ അർജുന, അങ്ങനെ ഒരു ബ്രാഹ്മണന്റെ കുട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അർജുനൻ വേഗം ഇന്ദ്രലോകത്തേക്ക് പോയി. ഇനി അവിടെ വന്നിട്ടുണ്ടോ പുണ്യങ്ങൾ ചെയ്ത സ്ഥാനം? അതാണ് ഇന്ദ്രലോകം. ഇന്ദ്രനോട് ചോദിച്ചപ്പോ ഇന്ദ്രൻ പറഞ്ഞു, അർജുന, അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടില്ല. അർജുനൻ വേഗം അവിടെ നിന്ന് സൂര്യലോകത്ത് പോയി, ചന്ദ്രലോകത്ത് പോയി, നാഗലോകത്ത് പോയി, അതലലോകത്ത്, വിതലലോകത്ത്, പാതാളം, സുതലം, തലാതലം, രസാതലം, അര്യമാവിന്റെ ലോകം, ഗന്ധർവലോകം, യക്ഷലോകം, ഇങ്ങനെ സകല ലോകങ്ങളിലും അർജുനൻ പോയി തിരിച്ചു വന്നു. ദ്വാരകയുടെ ആ സമുദ്രതീരത്ത് അർജുനൻ വന്ന് നിന്നു. ഇനി ബ്രാഹ്മണന്റെ വീട്ടിലേക്ക് എങ്ങനെ പോകും? ഇനി വേണ്ട, കൃഷ്ണന്റെയും ബലരാമന്റെ അടുത്തേക്ക് എങ്ങനെ പോകും? എന്റെ ഏട്ടന്മാരുടെ അടുത്തേക്കും അനിയന്മാരുടെ അടുത്തേക്കും ഞാൻ എങ്ങനെ പോകും? എന്താ കാരണം? ഏറ്റെടുത്തത് എന്താ? ഒരു ബ്രാഹ്മണന്റെ കുട്ടിയെ രക്ഷിക്കാമെന്നുള്ള ആ വാക്ക്. അത് പാലിക്കാൻ കഴിയാത്ത അർജുനൻ, തീയിൽ ചാടി മരിക്കും എന്ന് ശപഥം ചെയ്തതായ അർജുനൻ, ഇനി ഈ പറയുന്ന ശപഥം നിറവേറ്റാതെ എങ്ങനെയാണ് സ്വന്തം ഗൃഹത്തിലേക്കോ കൃഷ്ണന്റെ അരികത്തേക്കോ തിരിച്ചു പോവുക? ഒരു ബ്രാഹ്മണന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാത്തവനായ അർജുനൻ, പരാജിതനായ അർജുനൻ, അങ്ങനെയുള്ള പേരിൽ ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അർജുനൻ വേഗം തൻ്റെ ആവനാഴിയിൽ നിന്ന് അക്ഷയം എന്ന് പേരുള്ളതായ തൻ്റെ മഹത്തരമായ ആവനാഴിയിൽ നിന്ന് ആഗ്നേയാസ്ത്രം എടുത്തു. ആ ആഗ്നേയാസ്ത്രം തൊടുത്തു, അഗ്നി ജ്വലിച്ചു. അഗ്നിയെ അർജുനൻ പ്രദക്ഷിണം ചെയ്തു. ഹേ ജാതവേദസേ, ഇതാ ഈ അർജുനനെ സ്വീകരിച്ചാലും ഇവന്റെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ശുദ്ധീകരിച്ചാലും എന്ന് പറഞ്ഞ് പ്രദക്ഷിണം ചെയ്ത് അഗ്നിയിലേക്ക് അങ്ങനെ ചാടാനായി തുടങ്ങിയതും അഗ്നിം വിവിക്ഷു പ്രത്യക്ഷ കൃഷ്ണേന പ്രതിഷേധത, കൃഷ്ണനാൽ പ്രതിഷേധിക്കപ്പെട്ടു എന്നാണ് വ്യാസൻ പറഞ്ഞത്. ഒരു ഉരുക്കും മുഷ്ടി വന്ന അർജുനന്റെ ദേഹത്ത് വന്ന് ഇടിച്ചു. അർജുനൻ മലർന്നടിച്ച് വീണപ്പോ നോക്കുമ്പോ കാണുന്നതാരാ? അരയ്ക്ക് കയ്യും കുത്തി പുഞ്ചിരി തൂക്കിക്കൊണ്ട് അതാ സാക്ഷാൽ ദ്വാരകാനാഥനായ കൃഷ്ണൻ നിൽക്കുന്നു. എന്താ അർജുന ഇത്? എന്താ ഈ കാണിക്കണേ? അഗ്നിയൊക്കെ ജ്വലിപ്പിച്ചിരിക്കുന്നു, അതിന് ചുറ്റും നടന്നിട്ട് ഞാൻ നോക്കുമ്പോ ചാടേ അഗ്നിയിലേക്ക്. ഇതെന്താ പുതിയ വല്ല വിദ്യയാണോ? അർജുനായ കാരണം പറയാൻ പറ്റില്ല. എന്തെങ്കിലും പുതിയ വിദ്യ അഭ്യസിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മാറി നിൽക്കാം. എന്താ ഉണ്ടായേ അർജുന?
ആ അർജുനൻ ഇതിങ്ങോട്ട് കണ്ടപ്പോഴേക്ക് ചാടി അങ്ങോട്ട് എഴുന്നിട്ട്, എൻ്റെ കൃഷ്ണ കൃഷ്ണ, എനിക്കിനി ഒന്നും ചെയ്യാനില്ല. ആ ബ്രാഹ്മണൻ വന്നപ്പോൾ ആ ബ്രാഹ്മണൻ കരഞ്ഞപ്പോൾ ഞാൻ ബ്രാഹ്മണന്റെ അടുത്ത് ചെന്നു. ആ ശകാരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളെയൊക്കെ ശകാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിക്ക വയ്യാതെ ഞാൻ ആ ബ്രാഹ്മണനോട് ഇനി ജനിക്കാൻ പോകുന്ന കുട്ടിയെ രക്ഷിക്കാമെന്നൊക്കെ ഞാൻ വാക്ക് കൊടുത്തു. എനിക്ക് ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയില്ല, ഞാനിതാ മരിക്കാൻ പോവാ, എനിക്കിനി ജീവിക്കണ്ട. അപ്പൊ കൃഷ്ണൻ, എന്താ ഈ പറയണേ അർജുന? ഏത് ബ്രാഹ്മണന്റെ കാര്യമാണ് പറയണേ? ആര് ശകാരിച്ചു എന്നാ പറയണേ? ആരെ ശകാരിച്ചു എന്നാ പറയണേ? അല്ല, ആ ദ്വാരകയുടെ കവാടത്തിന് സ്വന്തം കുട്ടികളുടെ മൃതദേഹം കൊണ്ടുവച്ച ഒരു ബ്രാഹ്മണൻ കരഞ്ഞുകൊണ്ടിരുന്നില്ലേ? ഞാൻ അന്ന് നിങ്ങളുടെ ഇടയിൽ ഇരിക്കണ്ടായിരുന്നില്ലേ? നിങ്ങളൊക്കെ കേട്ടതല്ലേ? ആ ബ്രാഹ്മണൻ നിങ്ങളെ കുറ്റം പറയണ കേട്ടപ്പോ ഞാനൊന്ന് ചെന്നതാ. ഹൈ, എന്താ അർജുന ഈ പറയണേ? ഞങ്ങളെ കുറ്റം പറയണത് ഞങ്ങളൊന്നും കേട്ടില്ല, ഞങ്ങളുടെ ഇടയിൽ ഇരിക്കുന്ന അർജുനൻ മാത്രം കേട്ടു. അതെങ്ങനെയാ ശരിയാവുക? ആട്ടെ, ഇനിയിപ്പോ അർജുനൻ എന്താ ചെയ്തത്? അല്ല, ഞാനൊരു ചരകൂടമൊക്കെ നിർമ്മിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായേ? ചരകൂടവും പൊളിച്ച് കുട്ടിയും പോയി. ആഹാ, എവിടേക്കാ പോയേ? അതറിയില്ല. എവിടെയെങ്കിലും അന്വേഷിച്ചു അർജുനൻ? ഞാൻ അന്വേഷിച്ചു. എവിടെയാ അന്വേഷിച്ചേ? യമലോകത്ത് അന്വേഷിച്ചു, ഇന്ദ്രലോകത്ത് അന്വേഷിച്ചു, യക്ഷലോകത്ത് അന്വേഷിച്ചു, ഗന്ധർവലോകത്ത് അന്വേഷിച്ചു, പാതാളാദി ലോകങ്ങളിലൊക്കെ അന്വേഷിച്ചു. അർജുനൻ അറിയാവുന്ന ലോകത്തൊക്കെ അർജുനൻ അന്വേഷിച്ചു അല്ലേ? ഈ അറിയാവുന്നത് മാത്രമാണ് സത്യം എന്ന് വിചാരിക്കരുത്. ഇനി അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതിന് ഞാൻ അർജുനനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. വരുന്നുണ്ടോ? പിന്നെന്താ, വരാണ്ട് പറ്റുമോ? ഭഗവാൻ അതാ കണ്ണടച്ചൊന്ന് ധ്യാനിച്ചു. അതാ ആകാശത്ത് നിന്ന് ശൈബ്യ, മണിഗ്രീവ, വലാഹക, പുഷ്പക എന്നിങ്ങനെ പേരോടുകൂടിയ കുതിരകളെ പൂട്ടിയ സർവതോഭദ്രം എന്ന ആ രഥം ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി. അർജുനോട് പറഞ്ഞു കൃഷ്ണൻ, അർജുനൻ കയറിക്കൊടു. കൃഷ്ണൻ കയറി ആ രഥത്തിൽ തൻ്റെ ആ കുതിരകളുടെ കടിഞ്ഞാണൊന്ന് അതാ കയ്യിലേന്തി അർജുനൻ ആ രഥത്തിലിരുന്നു. പോരണുണ്ടോ? മറ്റേ കുതിര വണ്ടി വിട്ടോളൂ, ഇനി ഇതിൽ കയറാം. ഇനിയിപ്പോ ഇതിൽ കയറാം. ഏതിനാ? സർവതോഭദ്രത്തിൽ അല്ലേ? ഭഗവാനല്ലേ നയിക്കണേ, ധൈര്യമായിട്ട് കയറിക്കോളൂ. എത്ര പേർക്ക് വേണമെങ്കിൽ സ്ഥലമുണ്ട്. കേറാത്തതിന്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. കേറിയവർക്കൊക്കെ എവിടേക്ക് പോവാം? രഥമങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു. നേരെ പോയി വായുമണ്ഡലം കടന്നു, ചന്ദ്രമണ്ഡലം കടന്നു, സൂര്യമണ്ഡലം കടന്നു. മേരുപർവ്വതത്തിന്റെ അപ്പുറവുമുള്ളതായ ഘോരമായിരിക്കുന്ന അന്ധകാരങ്ങൾ നിറഞ്ഞതായ ആ പേരില്ലാത്തതായ ലോകങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരുട്ട് നിറഞ്ഞപ്പോൾ ഈ കുതിരകൾക്ക് ഗതി മാറി തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നും സുദർശനം അതാ പ്രത്യക്ഷമായി. ആ സുദർശന ചക്രം 1000 സൂര്യചന്ദ്രന്മാരുടെ പ്രകാശധാര ഒഴുക്കിക്കൊണ്ട് തിരിയാൻ തുടങ്ങി. ആ സുദർശനം കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നൈശ്രേയസം എന്ന ഉദ്യാനം കാണുന്നു. ആ ഉദ്യാനത്തിൽ രാജഹംസങ്ങൾ നീന്തിത്തുടിക്കുന്ന മനോഹരങ്ങളായിരിക്കുന്ന തടാകങ്ങൾ കാണാം. ആ ഉദ്യാനത്തിൽ നാരായണ മന്ത്രം പൊഴിച്ചുകൊണ്ട് പാറിക്കളിക്കുന്നതായ പക്ഷിമൃഗാദികളെയും ഒക്കെ കാണാം. അങ്ങനെയുള്ളതായ ആ നൈശ്രേയസ ഉദ്യാനത്തിന്റെ രാജവീഥിയിലൂടെ സഞ്ചരിച്ച്, ദേവവീഥിയിലൂടെ സഞ്ചരിച്ച് ഓരോരോ കവാടങ്ങളും തുറന്നു. 1, 2, 3, 4, 5, 6, 7 കവാടം. ആ കവാടത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അതാ ജൈവജയന്മാരിങ്ങനെ വരുന്നവരായിരിക്കുന്ന ആളുകൾക്ക് നിൽക്കൂ അവിടെ, വരൂ ഇവിടെ എന്ന്, ഒരാൾ നിൽക്കൂ എന്നും മറ്റേയാൾ വരൂ എന്നും പറയുന്ന തരത്തിൽ അതാ സ്വാഗതം ചെയ്തുകൊണ്ടും ആ കവാടങ്ങൾക്കുള്ളിലേക്ക് അതാ പ്രവേശിക്കുകയാണ് രഥം. ഉള്ളിലെത്തിയതും രഥത്തിൽ നിന്ന് അർജുനനും കൃഷ്ണനും താഴെ ഇറങ്ങി നോക്കുമ്പോ കാണുന്നത് എന്താ? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേഹന്ത ഭാഗ്യം ജനാനാം. ഇത് ഗുരുപവനപുരനായ ഗുരുവായൂരപ്പനെ പ്രകീർത്തിച്ചുകൊണ്ട് പാടിയതാണെങ്കിൽ ആ ശ്ലോകത്തിനുള്ളിൽ അന്തർലീനമായിരിക്കുന്ന ബ്രഹ്മത്തെയാണ് അവിടെ കാണുന്നത്. ആ പരബ്രഹ്മത്തെ ഇവിടെ അർജുനനും കൃഷ്ണനും എങ്ങനെയാ കാണുന്നത്? സാക്ഷാൽ അനന്തപത്മനാഭസ്വരൂപനായിട്ടാണ്. അനന്തന്റെ മെത്തയിൽ പള്ളി കൊള്ളുന്നതായ ഭഗവാൻ, ആ ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നും പ്രണവം ഉണർന്നൊഴുകി. ആ പ്രണവം അർജുനന്റെയും കൃഷ്ണന്റെയും ഉള്ളിൽ വാക്കുകളായി അലയടിക്കുന്നു. ഹേ നരനാരായണന്മാരെ, നിങ്ങളെ ഈ ഭാവത്തിൽ കാണാനും
നിങ്ങളുടെ അവതാര ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് എത്രയും വേഗം തിരിച്ചു വരേണ്ട സമയമായി എന്ന് ഓർമ്മിപ്പിക്കാനുമാണ് ഞാൻ ആ ബ്രാഹ്മണന്റെ കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. ദാ കൊണ്ടക്കോളൂ എന്നും പറഞ്ഞ് ആ ബ്രാഹ്മണന്റെ കുട്ടികളെ ആഹ്വാനം ചെയ്തപ്പോൾ പിച്ച വെച്ച് നടക്കുന്നവര്, അതാ മുട്ടുകുത്തി നീന്തുന്നവര്, അങ്ങനെയായിട്ടുള്ളതായ ആ കുട്ടികൾ മുഴുവനും വന്നു. അവരെയൊക്കെ രഥത്തിൽ കയറ്റി ആ രഥം ഇങ്ങനെ തിരിച്ചു പോന്നു. ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് രഥം തിരിച്ചു പോരുമ്പോൾ അർജുനൻ ഇങ്ങനെ വിസ്മിത നേത്രനായിട്ട് നിൽക്കുന്നു. ഇതെന്തൊക്കെയാ കണ്ടത്, എന്തൊക്കെയാ കാണുന്നത്? ഒരു സ്ഥലത്ത് അനന്തപത്മനാഭനായിരിക്കുന്ന ഭഗവാനെ കാണുന്നു. ആ ഭഗവാന്റെ അപ്പുറത്തും ഇപ്പുറത്തും സൂര്യചന്ദ്രന്മാര്, നക്ഷത്രങ്ങള്, ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു മുതലായിരിക്കുന്ന ദേവവൃന്ദങ്ങൾ, അശ്വിനി ദേവാദികള്, വ്യാഘ്രപാദൻ മുതലായിരിക്കുന്ന ഋഷീശ്വരന്മാര്, സനകാദ ഋഷീശ്വരന്മാര്. അവിടെ തന്നെ അതാ അർജുനന് ഗീതോപദേശം ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ, വേറൊരു കൃഷ്ണൻ, വേറൊരു അർജുനൻ, സാക്ഷാൽ ബ്രഹ്മാവ് പരമേശ്വരൻ. ഇങ്ങനെ 33 കോടി ദേവതകളും അവിടെ കണ്ടു, തന്നെ കണ്ടു. വിസ്മയിച്ച് രഥത്തിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അർജുനൻ ആകാശമാർഗത്തിലൂടെ മേരുപർവ്വതമൊക്കെ കടന്ന് തിരിച്ച് സൂര്യമണ്ഡലം കഴിഞ്ഞ്, ചന്ദ്രമണ്ഡലം കഴിഞ്ഞ്, വായുമണ്ഡലം കഴിഞ്ഞ് അതാ ഭൂമിയിലേക്ക് ഇറങ്ങി. ദ്വാരകയുടെ തീരത്ത് ആ സമുദ്രം ഇങ്ങനെ അലതല്ലിക്കൊണ്ടിരിക്കുന്നു. നന്നായി മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അർജുനൻ കൂട്ടിയ അഗ്നി, അതിങ്ങനെ അവസാനത്തെ അഗ്നിനാളവും കെട്ടു. കൃഷ്ണൻ രഥത്തിൽ നിന്ന് അർജുനോട് ഇറങ്ങാൻ പറഞ്ഞു. ആ കുട്ടികളെയൊക്കെ ഇറക്കിക്കോളൂ അർജുന. അർജുനും കുട്ടികളും ഇറങ്ങി. കൃഷ്ണൻ ഇറങ്ങി. രഥമത മുകളിലേക്ക് പൊങ്ങിപ്പോയി. രഥത്തിൽ നിന്ന് ഇറങ്ങിയില്ലേ, ഇനിയൊക്കെ അവരവരുടെ വണ്ടിയിൽ തന്നെ കയറിക്കോളും. അതാ ഭഗവാൻ അർജുനോട് പറഞ്ഞു, ഹേ അർജുന, നീ ഒരു കുട്ടിയെ രക്ഷിക്കാന്നല്ലേ പറഞ്ഞത്? ഇതാ എല്ലാ കുട്ടികളും ഉണ്ട്. ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി ബ്രാഹ്മണന് കൊടുത്തോളൂ. എന്നിട്ട് കൊടുത്തിട്ട് നേരെ അങ്ങട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകരുത്, എന്നെ വന്ന് കണ്ടിട്ടേ പോകാവൂട്ടോ എന്നും പറഞ്ഞു ഭഗവാൻ. എന്നിട്ടാണ് ദ്വാരകയിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് ഭഗവാൻ. അർജുനൻ ഇങ്ങനെ വിസ്മയത്തോടു കൂടി നോക്കി നിൽക്കുന്നു. സമുദ്രത്തിന്റെ തീരത്തുകൂടെ ദ്വാരകയുടെ രാജവീതിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതിമനോഹരമായ പൊൻകിരീടം, ആ കിരീടത്തിൽ കാറ്റിലാടിയുലയുന്നതായ മനോഹരമായ പീലി, ഭഗവാന്റെ പീതാംബരപ്പട്ടിങ്ങനെ നൃത്തം ചെയ്യുന്നത് പോലെ ഭഗവാൻ ഒന്നുകൂടി അർജുനെ തിരിഞ്ഞു നോക്കി. അർജുന, ഇവിടെ വന്നിട്ടേ പോകാവൂട്ടോ. അർജുനൻ വേഗം കുട്ടികളെയും കൊണ്ട് നേരെ ബ്രാഹ്മണന്റെ അരികത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, എവിടെ? ദാ വന്നിരിക്കണു ഗാണ്ഡീവധാരിയായ അർജുനൻ. അങ്ങ് ചോദിച്ചില്ലേ ഞാൻ ആരാണെന്ന്? അങ്ങയുടെ ഒരു കുട്ടിയെ രക്ഷിക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്? ദാ ഇപ്പൊ ഞാനിതാ അങ്ങയുടെ എല്ലാ കുട്ടികളെ രക്ഷിച്ചിരിക്കുന്നു. ദാ സന്തോഷായിക്കോളൂ. ആരാ ഞാൻ? നാഹം സംഘർഷണോ ബ്രഹ്മൻ കൃഷ്ണകാർഷ്ണിരേവച അഹം വാ അർജുനോ നാമ. ഞാൻ കൃഷ്ണനല്ല, ബലരാമനല്ല. ഞാൻ ആരാണ്? ഗാണ്ഡീവധാരിയായ അർജുനൻ. ഇവിടെ നാം ആ അർജുനന്റെ സങ്കടത്തെ തീർത്ത് ദ്വാരകയിലേക്ക് പുഞ്ചിരി തൂകിക്കൊണ്ട് കൈകൊണ്ട് അനുഗ്രഹിച്ച് നടന്നു പോകുന്ന ഒരു കൃഷ്ണനെ കണ്ടില്ലേ? ആ കൃഷ്ണനെയാണ് സന്താനഗോപാലമൂർത്തി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നതിലൂടെ അനന്തപത്മനാഭ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിന് സമമാണ്. ആ കൃഷ്ണരൂപത്തിലൂടെ വിഷ്ണുവിന്റെ എല്ലാ അവതാര സ്വരൂപങ്ങളെയും നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സന്താനഗോപാലമൂർത്തിയുടെ കഥ അങ്ങനെ അമ്പലത്തിന്റെ ആ വക്കത്തിരുന്ന് ഇങ്ങനെ കേൾക്കും. വല്യമ്പലത്തിലെ തിണ്ണയില് മുത്തശ്ശി എൻ്റെ അടുത്തിരിക്കും, തലയിൽ ഇങ്ങനെ തലോടും. ഈ കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. ഈ സന്താനഗോപാലമൂർത്തിയുടെ കഥ കേട്ട ഞാൻ പിന്നീട് ഭാഗവതത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ഭാഗവതത്തിന്റെ ഭൂമികളിൽ ഈ സന്താനഗോപാലമൂർത്തിയെ നിറഞ്ഞ് കാണാൻ തുടങ്ങി. ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയാൽ ഇവിടെ ഇരുന്ന് 7 ദിവസം ഞാൻ സപ്താഹം വായിക്കേണ്ടി വരും, കഥ പറയേണ്ടി വരും. കാരണം ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധം, ആ 1-ാമത്തെ സ്കന്ധത്തിലെ പ്രധാനപ്പെട്ടതായ കഥ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് പാണ്ഡവരെ ജയിച്ചോ ജയിച്ചില്ലേ എന്നൊന്നും പറയാൻ സാധിക്കില്ല. നമ്മളെല്ലാവരും പറയും ജയിച്ചവരുടെ ഗാഥയാണ് ഇതിഹാസമാകുന്ന മഹാഭാരതം, തോറ്റവരെ കുറിച്ച് ഇതിഹാസകാരന്മാരൊന്നും മിണ്ടുന്നില്ല എന്നൊക്കെ വിളിച്ചു പറയുന്നവരായിരിക്കുന്ന കുറെ വ്യാഖ്യാതാക്കളുണ്ട്.
അവരൊന്നും മനസ്സിലാക്കാത്തൊരു കാര്യം, മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ജയിച്ചത് യുധിഷ്ഠിരനോ അർജുനനോ നകുലനോ സഹദേവനോ ശ്രീകൃഷ്ണനോ ഒന്നുമല്ല. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് തോറ്റത് ദുര്യോധനോ ശകുനിയോ ധൃതരാഷ്ട്രനോ ഒന്നുമല്ല. പിന്നെയോ മഹാഭാരത യുദ്ധം ആര് തമ്മിലുള്ള യുദ്ധമായിരുന്നു? ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമായിരുന്നു. ആ യുദ്ധം കഴിഞ്ഞ് ജയിച്ചത് ധർമ്മമാണ്, തോറ്റത് അധർമ്മമാണ്, അല്ലാതെ വ്യക്തികളല്ല. അങ്ങനെയുള്ള മഹാഭാരതത്തിന്റെ അന്ത്യരംഗം വർണ്ണിച്ചുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ. അവിടെ എന്താ പറയുന്നത്? അശ്വത്ഥാമാവ് തുടക്കടിയേറ്റ് വീണ് കിടക്കുന്ന ദുര്യോധന്റെ അരികത്ത് വന്ന് ഇങ്ങനെ കുരുവംശത്തിനൊരു ഗതി വരുത്തിയവരായിരിക്കുന്ന പാണ്ഡവരുടെ വംശത്തെ മുഴുവൻ ഞാൻ നശിപ്പിച്ചു കളയും എന്ന് ഉഗ്രമായി ശപഥം ചെയ്തുകൊണ്ട് ആ അശ്വത്ഥാമാവ് ഘോരമായിരിക്കുന്ന കൂരിരുട്ടത്ത്, ആ കൂരിരുട്ടിൽ മൂങ്ങകളെ ആക്രമിച്ച് അവയെ ഇല്ലാതാക്കുന്നതായ കാക്കകളെ പോലെ, കാക്കകളുടെ കൂടിനെ മുഴുവനും നശിപ്പിക്കുന്ന മൂങ്ങകളെ പോലെ ആ അശ്വത്ഥാമാവ് അവിടെ നിന്ന് ദുഷ്ടമായിരിക്കുന്ന സങ്കല്പത്തോടുകൂടി പാണ്ഡവരുടെ പടകുടീരത്തിലേക്ക് കയറി ചെന്നു. അവിടെ ഉറങ്ങിക്കിടക്കുന്നവര് പാണ്ഡവരാണെന്ന് കരുതി. ഇരുട്ടാണ്. അവരെയൊക്കെ നിർദ്ദയം വാളുകൊണ്ട് വെട്ടി, എന്നിട്ട് പുറത്തു വന്ന് പടകുടീരത്തിന് തീയും വെച്ചു. മരിച്ചതാരായിരുന്നു? പാണ്ഡവർക്ക് ദ്രൗപദിയിൽ ജനിച്ച 5 മക്കളും ദ്രൗപദിയുടെ സഹോദരനായ ധൃഷ്ടദ്യുമ്നനും. സ്വന്തം മക്കളെല്ലാം മരിച്ചുപോയത് അറിഞ്ഞ് വാവിട്ട് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നതായ ദ്രൗപദിയുടെ അരികത്ത് വന്ന് ഭീമസേനും അർജുനും ശപഥം ചെയ്യുന്നു. ഹേ ദ്രൗപദി, നിന്റെ മക്കളെ കൊന്നവനായിരിക്കുന്ന അശ്വത്ഥാമാവിന്റെ ശിരസ് ഛേദിച്ച് ആ രക്തം കയ്യിൽ ചേർത്തുകൊണ്ട് വേണം നീ നിന്റെ മക്കളുടെ പിണ്ടമുരുട്ടി വെക്കാൻ എന്നിങ്ങനെ ശപഥം ചെയ്ത് ഭീമനും അർജുനും പോയി. അവരെ അശ്വത്ഥാമാവിനെ പിടികൂടുന്നതിന് സഹായിക്കാൻ കൂടെ പോയത് കൃഷ്ണനായിരുന്നു. അപ്പോഴും കൃഷ്ണൻ തന്നെയാണ് ആ രഥം ഓടിച്ചത്. അതിഘോരമായ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ അർജുനൻ ആ അശ്വത്ഥാമാവിനെ വധിക്കാനായി ഉഗ്രമായ അസ്ത്രം പ്രയോഗിച്ചപ്പോൾ അശ്വത്ഥാമാവ് ചിന്തിച്ചു, ഈ അർജുനന്റെ അസ്ത്രങ്ങൾ എന്നെ വധിക്കും. അതിനു മുമ്പ് എനിക്ക് രക്ഷ നേടണമെങ്കിൽ, ഈ അർജുനന് മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരൊറ്റ അസ്ത്രമേ ഉള്ളൂ, അത് ബ്രഹ്മാസ്ത്രമാണ്. പക്ഷെ ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ എനിക്കതിനെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല. അതൊരു പക്ഷേ ഈ ലോകത്തെ മുഴുവനും നശിപ്പിച്ചേക്കാം. എന്നാലും വേണ്ടില്ല, എനിക്ക് രക്ഷ നേടണം എന്ന് ചിന്തിച്ച ദുഷ്ടമനസ്സ് ആ ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിച്ചു. ലോകം നശിച്ചാലും വേണ്ടില്ല, എനിക്ക് രക്ഷപ്പെടണം. ഇതായിരുന്നു ആ ബ്രഹ്മാസ്ത്രത്തിന്റെ സങ്കല്പം. അങ്ങനെ അപാണ്ഡവേയം എന്ന ലക്ഷ്യത്തിൽ അയച്ചതായ ബ്രഹ്മാസ്ത്രത്തിന്റെ തേജസ് പാണ്ഡവരെ മുഴുവൻ തപിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അർജുനൻ കൃഷ്ണനെ നോക്കി, കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര. ഭക്തന്മാർക്ക് മുഴുവൻ അഭയം തരുന്ന ആളല്ലേ? ഭക്തന്മാർക്ക് എന്ത് തരുന്ന ആള്? എന്ത് തരുന്ന ആള്? എന്ത് പ്രാർത്ഥിക്കാനാ പറഞ്ഞത്? എന്ത് പ്രാർത്ഥിക്കാനാ പറഞ്ഞത്? എന്ത് പ്രാർത്ഥിക്കാനാ പറഞ്ഞത്? ഒന്നുകൂടി ഉറക്കം പറയൂ, ഒന്നുകൂടി ഉറക്കം പറയൂ. അഭയം തരൂ, അഭയം തരണേ ഭഗവാനെ, അഭയം തരണേ. അർജുനനും ഇതാ പ്രാർത്ഥിച്ചത്. ഭഗവാൻ അഭയം കൊടുത്തു. എങ്ങനെ? ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, ഈ ബ്രഹ്മാസ്ത്രത്തിന് പ്രതിവിധി ബ്രഹ്മാസ്ത്രം മാത്രമാണ്. നീ തൊടുക്ക ബ്രഹ്മാസ്ത്രം. ഭഗവാൻ പറഞ്ഞാൽ പിന്നെ വേറെ വലതും നോട്ടമുണ്ടോ? ഈ യുദ്ധം തുടങ്ങിയത് തന്നെ ഭഗവാൻ പറഞ്ഞത് കൊണ്ടല്ലേ? എങ്ങനെയാ ഭഗവാൻ പറഞ്ഞേ? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ. എല്ലാ ധർമ്മ ചിന്തകളെ കുറിച്ചും നീ ഉപേക്ഷിച്ചോ, എന്നെ ശരണം പ്രാപിക്കും. ഞാൻ പറയണത് നീ അനുസരിക്കുക എന്ന് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞതനുസരിക്കാൻ അതാ മടിയില്ലാത്തവനായ അർജുനൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഭഗവാനോ ആ 2 ബ്രഹ്മാസ്ത്രങ്ങളുടെയും തേജസ്സിനെ തന്നിലേക്ക് അങ്ങോട്ട് സംഹരിച്ചു. പക്ഷേ ആ ബ്രഹ്മാസ്ത്രം അപാണ്ഡവേയം എന്ന ലക്ഷ്യത്തോടുകൂടി ആയതുകൊണ്ട്
ആ അപാണ്ഡവേയം എന്ന ലക്ഷ്യത്തെ നിറവേറ്റുന്നതിന് വേണ്ടി, പാണ്ഡവരുടെ വംശബീജത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി, അർജുനന്റെ പുത്രനായിരിക്കുന്ന അഭിമന്യുവിന്റെ ധർമ്മപത്നിയായിരിക്കുന്ന ഉത്തരയുടെ ഗർഭത്തിൽ പാണ്ഡവ വംശത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഉണർന്ന ബീജം അഭിമന്യുവിന്റെ പുത്രൻ. ആ പുത്രഭാവത്തിലുള്ള ബീജത്തെ ബ്രഹ്മാസ്ത്രം നശിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഉത്തരയതാ തൻ്റെ പൂർണ്ണഗർഭം നിറഞ്ഞതായ ഉദരത്തിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാന്റെ അരികത്തേക്ക് ഭയം നിഴലിക്കുന്ന കണ്ണുകളുമായി ഓടി വരികയാണ്. എന്ത് പറഞ്ഞിട്ട്? കൃഷ്ണ കൃഷ്ണ അഭയം തരൂ. എന്താ പറഞ്ഞത്? ഉറക്കെ പറയൂ, ഇനി മടിക്കണ്ട, അഭയം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നു ഉത്തര. ഭഗവാൻ എന്ത് ചെയ്തു? ആ ഉത്തരയുടെ ഗർഭത്തിനുള്ളിലേക്ക് അണുരൂപമാർന്ന് പ്രവേശിച്ച് തൻ്റെ കൗമോദകി എന്ന ഗദ ചുഴറ്റിക്കൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തിന്റെ തേജസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇനി ഇവിടുന്ന് പുറത്തു കടന്നാൽ വീണ്ടും ഇതുപോലെ ആ ഗർഭസ്ഥ ശിശുവിനെ അപകടപ്പെടുത്താൻ പലരും ശ്രമിച്ചാലോ എന്ന ഭാവം ഉള്ളിൽ ഉണർന്നുകൊണ്ട് എന്നും ഞാൻ ഇവനെ സംരക്ഷിക്കും എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി ആ ഭഗവാൻ ആ ഉത്തരയുടെ ഗർഭത്തിൽ തന്നെ ഒരു അംശം കൊണ്ട് അങ്ങനെ ഒരു സുരക്ഷാ വലയമായി വർത്തിച്ചു. എത്രത്തോളം ഉണ്ട് ഈശ്വരന്റെ കാരുണ്യം! പിന്നീട് അവൻ ജനിച്ചു, പരീക്ഷിത്തായി. ഭഗവാനാൽ തൻ്റെ മക്കൾ പരിരക്ഷിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉത്തരയുടെ ഗർഭത്തിലുള്ള ആ ശിശുവിന് പോലും അപകടം വരാതെ തങ്ങളെ വംശത്തെ ഒക്കെ രക്ഷിച്ച ആ കൃഷ്ണൻ കേവലം എന്റെ ബന്ധു മാത്രമല്ല, എന്റെ പുത്രനായ അർജുനന്റെ സമപ്രായക്കാരനായ വെറുമൊരു ബന്ധു മാത്രമല്ല, വെറുമൊരു യദുകുലത്തിലെ വ്യക്തി മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണമായിരിക്കുന്ന ഈശ്വരന്റെ അവതാരമാണ് എന്ന് തിരിച്ചറിഞ്ഞ കുന്തിദേവി ആ ഭഗവാന്റെ അരികത്തേക്ക് ഓടി വന്നു. എങ്ങനെ ഓടി വന്നു? അഭയം തരണേ ഭഗവാനെ, മായായവനികാച്ഛന്നം, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ മൂടിയിരിക്കുന്ന മായയാകുന്നതായ ആ യവനിക അത് നീക്കി ഭഗവാനെ അറിയാൻ മഹായോഗികൾക്ക് പോലും വേണ്ടതുപോലെ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ എന്നെ പോലൊരു സാധു സ്ത്രീക്ക്, വേദം പഠിച്ചിട്ടില്ലാത്ത, ഉപനിഷത്തുകളെ കുറിച്ച് മനനം ചെയ്യാൻ അറിയാത്ത എന്നെ പോലെ ഒരു സാധു സ്ത്രീക്ക് എങ്ങനെ മനസ്സിലാക്കാനാണ്? ഭഗവാനെ, ആകെ കൂടി എനിക്കെന്താ അറിയാ? ആരാണ് ബ്രഹ്മം? ബ്രഹ്മത്തെ കാണാൻ പറ്റുമോ? ബ്രഹ്മത്തിന് പേരുണ്ടോ? കുന്തിദേവി പേര് വിളിച്ചു. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ. നന്ദഗോപന്റെ കുമാരനായിക്കൊണ്ട്, കൃഷ്ണനായിക്കൊണ്ട്, വസുദേവപുത്രനായിക്കൊണ്ട്, ദേവകീനന്ദനായിക്കൊണ്ട്, യശോദാപുത്രനായിക്കൊണ്ട് നമസ്കാരം. എനിക്കറിയാവുന്ന ബ്രഹ്മമാരാണ്? കൃഷ്ണനാണ്, ദേവകീനന്ദനാണ്, യദുകുലത്തിന്റെ നാഥനാണ്. അങ്ങനെയുള്ളതായ ഭഗവാൻ, ആ ബ്രഹ്മത്തിന് രൂപമുണ്ടോ? ഉണ്ടല്ലോ. എന്താ രൂപം? നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. താമരപ്പൂ പോലെ മനോഹരമായിരിക്കുന്ന മുഖത്തോടു കൂടിയവൻ, താമരപ്പൂമാല മാറിൽ ധരിച്ചവൻ, താമരപ്പൂ പോലെ മൃദുലമായിരിക്കുന്ന ആ നാഭീദേശത്തോടു കൂടിയവൻ, ആ താമരപ്പൂവിൽ പ്രപഞ്ചത്തെ മുഴുവൻ ധരിക്കുന്ന ആ താമരപ്പൂവാകുന്ന ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലേക്ക് ഞാനിതാ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. കുന്തിദേവി പ്രാർത്ഥിച്ച് ഏതൊരു പാദാരവിന്ദങ്ങളെയാണോ അഭയം തരൂ എന്ന് പ്രാപിച്ചത്, അതാരെയാണ്? സാക്ഷാൽ സന്താനഗോപാലമൂർത്തി. ഉത്തരയുടെ ഉദരത്തിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശുവിനെ രക്ഷിച്ച ഭഗവാൻ, ഒരു വംശബീജത്തെ രക്ഷിച്ച ഭഗവാൻ. കുന്തിദേവിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വീരന്മാരായിരിക്കുന്ന 5 മക്കളെയും രക്ഷിച്ചവനായ ഭഗവാൻ. അർജുനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വാക്കിനെ പാലിക്കാൻ
ബ്രാഹ്മണ ദുഃഖത്തെ ഇല്ലാതാക്കാൻ തനിക്ക് നാരായണനായി തന്നോടൊപ്പം വർത്തിച്ച ഭഗവാൻ സന്താനഗോപാലമൂർത്തി. ആ സന്താനഗോപാലമൂർത്തിയെയാണ് ഭാഗവതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഇനിയോ അതിഘോരമായ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിൽ അർജുനന്റെ സാരഥിയായി ചമ്മട്ടി കയ്യിലേന്തിക്കൊണ്ട് കുതിരകളെ നിയന്ത്രിച്ചുകൊണ്ട് അർജുനന് വേണ്ട സമയത്ത് വേണ്ടതുപോലെയുള്ള ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് വർത്തിക്കാമെന്നും എന്നാൽ ഒരിക്കൽ പോലും ആയുധമെടുക്കില്ല എന്നും പ്രതിജ്ഞ ചെയ്ത ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരിക്കൽ ആയുധമെടുത്തു. എപ്പോൾ? ഉഗ്രമായിരിക്കുന്ന യുദ്ധം തുടങ്ങിയ നിമിഷം മുതൽ ഭീഷ്മർ മുമ്പിൽ വന്ന് യുദ്ധം ചെയ്യുമ്പോൾ അർജുനൻ തളരും. അർജുനന്റെ കൈകൾ വിറയ്ക്കും. ഇത് മുത്തച്ഛനല്ലേ 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 എന്ന ചിന്ത 700 ശ്ലോകങ്ങളിലൂടെ നീ ചെയ്യുന്നതായ ധർമ്മയുദ്ധം, ആ ധർമ്മയുദ്ധത്തിൽ നിനക്ക് മുന്നിൽ വ്യക്തികളില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത എന്നിങ്ങനെയുള്ള ആ മഹത്തരങ്ങളായിരിക്കുന്ന ഉപദേശങ്ങളിലൂടെ ആത്മജ്ഞാനം ഉണർത്തുന്ന ആ വിധത്തിൽ അനവധി തരത്തിലുള്ളതായ ഉപദേശങ്ങൾ കേട്ടിട്ടും അർജുനൻ ഇപ്പോഴും ഭീഷ്മരുടെ മുമ്പിലെത്തുമ്പോൾ കൈവിറയ്ക്കുന്നതായി കണ്ട് കൃഷ്ണൻ അർജുനനെ ഒന്ന് ചൊടിപ്പിക്കുന്നതിന് വേണ്ടി സുദർശനം കയ്യിലെടുത്ത്, നിനക്ക് പറ്റില്ലെങ്കിൽ പറയ അർജുന, ഞാൻ നിറവേറ്റിക്കൊള്ളാം സംഹാരം എന്ന് പറഞ്ഞ് സംഹാരകൃഷ്ണനായി സുദർശനം കയ്യിലേന്തിക്കൊണ്ട് ഭീഷ്മർക്ക് നേരെ പാഞ്ഞു ചെന്നു. ആ സമയത്തോ ഭീഷ്മര് കൈകൾ കൂപ്പി തന്റെ നേരെ സുദർശനം കയ്യിലേന്തി വരുന്ന ഭഗവാനെ നോക്കി ഭീഷ്മര് സ്തുതിച്ചു. ഭഗവാനെ, ഇതെന്റെ ഭാഗ്യം, ഭാഗ്യം, ഭാഗ്യം. കാരണം ഇങ്ങനെ ഒരു രൂപം, അത് എത്ര കാലത്തെ തപസ്സുകൊണ്ട് മാത്രമാണ് ഓരോ യോഗീശ്വരന്മാര് ഹൃദയത്തിൽ ചേർത്ത് വെച്ചത്. അങ്ങനെയുള്ളതായ മഹത്തരമായിരിക്കുന്ന ഈ രൂപത്തെ എനിക്കിങ്ങനെ കാണാൻ സാധിച്ചുവല്ലോ, അതെന്റെ ഭാഗ്യം. ആ സുദർശന ചക്രം കൊണ്ട് ഈ ദേഹം ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ പിന്നെ മോക്ഷത്തിന് വേണ്ടി വേറെ തപസ്സിന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഭഗവാനെ എന്നിങ്ങനെ ആ ഭീഷ്മര് ഭഗവാനെ നോക്കി സ്തുതിച്ചു. ഏത് രൂപത്തിൽ ഭഗവാനെ കണ്ടു, ആ രൂപം ഹൃദയത്തിൽ അങ്ങോട്ട് സ്മരിച്ചു. എന്നിട്ടോ യുദ്ധം 10ാം ദിവസം ആ അർജുനൻ കൃഷ്ണന്റെ കാൽക്കൽ വീണ്, കൃഷ്ണ അരുതേ, അങ്ങ് പ്രതിജ്ഞ തെറ്റിക്കരുതേ എന്ന് പറഞ്ഞ് രഥത്തിലേക്ക് തിരിച്ചു കയറ്റി. പിന്നീട് ആ അർജുനൻ ചെയ്ത മഹായുദ്ധത്തിന് മുന്നിൽ ഭീഷ്മർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. എല്ലാവരും പറയും ശിഖണ്ഡിയെ നിർത്തി, ശിഖണ്ഡിയെ നിർത്തി, ശിഖണ്ഡിയെ നിർത്തി അർജുനൻ യുദ്ധം ചെയ്തു എന്ന്. ശിഖണ്ഡിയെ മുൻനിർത്തി എങ്കിലും ഭീഷ്മർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അർജുനൻ അസ്ത്രങ്ങൾ അയച്ചത്. ആ അർജുനൻ അയച്ച അത്രയും അസ്ത്രങ്ങൾ ഭീഷ്മരുടെ ശരീരത്തെ മുഴുവനും തുളച്ചു. എന്നിട്ട് ആകാശത്തിൽ നിന്ന്, ദേവലോകത്തിൽ നിന്നൊരു ദേവന്റെ ശരീരം ഭൂമിയിലേക്ക് നിപതിച്ചതുപോലെ ആ ഭീഷ്മരുടെ ശരീരം വീണപ്പോൾ ഇങ്ങനെ ധർമാധർമ്മങ്ങൾ മുഖാമുഖം തിരിഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുന്ന ആ ഭൂമിയിൽ, ആ രക്തക്കറ പുരണ്ട ഭൂമിയിൽ വീണ് ആ പുണ്യദേഹം മലിനമാവരുത് എന്ന് കരുതിയാണോ ഒരു വീരയോദ്ധാവിന് യോജിക്കുന്ന ഒരു ശയ്യ തന്നെ ആ യുദ്ധക്കളത്തിൽ ഒരുങ്ങി, അർജുനന്റെ ശരങ്ങളാൽ ഒരുങ്ങിയ ശയ്യ, ആ ശയ്യയിൽ കിടക്കുന്നതായ ഭഗവാൻ, ആ ഭീഷ്മർ. അങ്ങനെയുള്ള ഭീഷ്മര് അവസാന നിമിഷത്തിൽ ഉത്തരായണ കാലമായി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആരെയാണ് ആശ്രയിച്ചത്? അഭയം തരൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ചു. അന്ന് ഭഗവാനോട് ഭീഷ്മര് സ്തുതിച്ച സ്തുതി, ആ ഭഗവാന്റെ മുമ്പിൽ ആ ശരശയിൽ കിടന്നുകൊണ്ട് സ്തുതിച്ച സ്തുതി, അതാണ് ഭാഗവതത്തിലെ പിന്നത്തെ മനോഹരമായ രംഗം. ആ സ്തുതിയിൽ ഭീഷ്മർ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങ് വാക്ക് തെറ്റിച്ച ആയുധമെടുത്ത് എന്റെ നേരെ പാഞ്ഞു വന്ന ആ രൂപമുണ്ടല്ലോ, അതെന്റെ ഹൃദയത്തിൽ നിന്നൊരിക്കലും മാറരുതേ. ഹേ പാർത്ഥസാരഥേ, ഹേ വിജയസഖേ, ഹേ പാർത്ഥസഖേ, അർജുനന്റെ തേരാളിയായ ഭഗവാനെ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ളതായ ഭഗവാന്റെ രൂപം, ആ രൂപം എന്തുകൂടി അവസാനത്തെ ശാസന, പ്രതിജ്ഞ പാലിക്കാനുള്ളത് മാത്രമല്ല പാലിക്കാതിരിക്കാനുള്ളത് കൂടിയാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭീഷ്മരുടെ പ്രതിജ്ഞ
നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന പ്രതിജ്ഞ, ഒരൊറ്റ പ്രതിജ്ഞ കാരണമാണ് ഈ മഹാഭാരത യുദ്ധം വരെ ഉണ്ടായത്. ഒരു പക്ഷെ ആ നിമിഷത്തിൽ ഭീഷ്മര് ആ പ്രതിജ്ഞ ലംഘിച്ച് തൻ്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആ പ്രതിജ്ഞ ലംഘിച്ച് വംശത്തെ നിലനിർത്താൻ തയ്യാറായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ മഹാഭാരത യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല. ഇങ്ങനെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാവണം, ലോകം അതാണ്. അങ്ങനെയുള്ളതായ ആ ഭീഷ്മരുടെ മുമ്പിൽ ചക്രായുധവുമായി വന്ന ഭഗവാന്റെ ആ ദിവ്യ സ്വരൂപത്തെ ഭീഷ്മർ വിളിച്ചത് പാർത്ഥസാരഥേ എന്നാണ്. ആ പാർത്ഥസാരഥിയെയാണ് അർജുനന്റെ തേർത്തട്ടിൽ ചമ്മട്ടി ഏന്തിയിരിക്കുമ്പോൾ നമ്മൾ വിളിച്ചത് വിദ്യാഗോപാലമൂർത്തി എന്ന്. ആ ഭഗവാനെയാണ് ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ പരിരക്ഷിക്കുകയും പാണ്ഡവരെ പരിരക്ഷിക്കുകയും ബ്രാഹ്മണന്റെ ശിശുക്കളെ പരിരക്ഷിക്കുകയും ചെയ്തതായ സന്ദർഭത്തിൽ നമ്മൾ വിളിച്ചത് സാക്ഷാൽ സന്താനഗോപാലമൂർത്തി. ഈ പ്രപഞ്ചത്തിന്റെ താളത്തെ വേണ്ടതുപോലെ നിലനിർത്തുന്നതിന് വേണ്ടി കർമ്മൗത്സുക്യമാകുന്ന അനുഗ്രഹത്തെ പകർന്നു തരുന്ന ദേവതാ സങ്കല്പം, അതാണ് സന്താനഗോപാലമൂർത്തി. സന്താനം, സാന്താനികം എന്ന ലോകം, അത് നമുക്ക് കർമ്മങ്ങളുടെ ആ പുണ്യം കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. കർമ്മത്തിന്റെ പുണ്യം എന്ന് പറയുന്നത്, പുണ്യകർമ്മം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് സന്തോഷത്തെ പകർന്നു നൽകാൻ കഴിയുക എന്നതാണ് ഏറ്റവും മഹത്തരമായിരിക്കുന്ന കർമ്മത്തിന്റെ വിശുദ്ധി. ആ കർമ്മം വിശുദ്ധമാവാൻ അതിനു വേണ്ടിയുള്ളതായ അരുൾ വചസ്സുകളാണ് നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്നത്. ഇവിടെ ഓരോരുത്തരും ഇവിടെ വന്നു ചേർന്നതായ മഹാ തപസ്വികളുടെ പ്രതീകമായിരിക്കുന്ന ആചാര്യസ്വാമികളെ നമസ്കരിക്കുകയുണ്ടായി. ആ ആചാര്യസ്വാമികൾ ഇവിടെ പുഷ്പാഞ്ജലി നടത്തി. ആ ആചാര്യസ്വാമികൾക്ക് പ്രത്യേകമായിരിക്കുന്നതായ ഉപചാരങ്ങളോടുകൂടി അദ്ദേഹത്തെ ഇവിടെ സപര്യ ചെയ്തു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ആചാര്യ സപര്യയുടെ ഉദ്ദേശം? ആ ആചാര്യ പരമ്പര മുഴുവൻ നിലനിൽക്കുന്നത് ഒരു വേദ സംസ്കൃതിയുടെ പ്രതീകമായിട്ടാണ്. 4 വേദങ്ങളെയും പൂജിച്ചതിന് സമമാണ് ആചാര്യനെ പൂജിക്കുകയും സപര്യ ചെയ്യുകയും ചെയ്താൽ നമുക്ക് ലഭിക്കുക. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി 4 വേദങ്ങളും ഇവിടെ അനുഗ്രഹ സ്വരൂപമായി എന്നും നിലനിൽക്കണമെന്നും ആ വേദാധിഷ്ഠിതമായിരിക്കുന്ന സനാതന സംസ്കൃതിയിലൂടെ ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിന്നു പോകണമെന്നുമുള്ള പ്രാർത്ഥനയും അതിന് കിട്ടിയ അനുഗ്രഹവുമാണ് ഈ ആചാര്യ സംഗമം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതായ ഋഷി പരമ്പരകളുടെ സാന്നിധ്യം, ആ സാന്നിധ്യം തന്നെ നമുക്ക് നൽകുന്ന അനുഗ്രഹം. ആ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഇവിടെ ഓരോരുത്തരും പ്രാർത്ഥിച്ചത്, അല്ലേ? ആ അനുഗ്രഹം നമുക്ക് ലഭ്യമാവുന്നത് ഇത്തരത്തിലുള്ളതായ കഥകളിലൂടെ, പുരാണങ്ങളിലൂടെ, അതിൻ്റെ മനനങ്ങളിലൂടെയാണ്. നാം ആരാധിക്കുന്ന ഈശ്വരന്മാരുടെ രൂപം, ആ ഭാവങ്ങൾ, അതിൽ അന്തർലീനമായിരിക്കുന്നതായ സങ്കല്പങ്ങൾ, അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനകൾ സമർപ്പിക്കണം. അതിനെയാണ് ഭാവന എന്ന് പറയുന്നത്. ആ ഭാവനകളിലേക്ക് ചേർന്ന് നിൽക്കാൻ നമുക്ക് നിരന്തരമായിരിക്കുന്ന പരിശീലനം ആവശ്യമാണ്, അല്ലേ? എന്തെങ്കിലും നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നു, കുട്ടിക്കാലത്ത് നമ്മൾ പുസ്തകം നോക്കി ഒരു കവിത പഠിക്കുന്നു, ഒരു പദ്യം പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു വാക്യം പഠിക്കുന്നു. എങ്ങനെയാ പഠിക്കുക? കണ്ണു തുറന്ന് കുറേ നേരം ഇങ്ങനെ ഉരുവിട്ട് വായിക്കും. അത് കഴിഞ്ഞിട്ടോ പുസ്തകം അടച്ചു വെച്ച് കണ്ണടച്ച് ഉരുവിട്ട് വായിക്കും, അല്ലേ? അതേപോലെ തന്നെയാണ് ഒരു ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ കണ്ണ് തുറക്കണം. ആ ക്ഷേത്രം എന്താണെന്ന് കാണണം, ആ ക്ഷേത്ര പ്രകൃതി കാണണം, ചുറ്റുമുള്ളത് കാണണം. എല്ലാം കണ്ട് കണ്ണിലൂടെ ഇങ്ങനെ ആവോളം കാണാവുന്നതെല്ലാം ഉൾക്കൊണ്ട്, കാതിലൂടെ കേൾക്കാവുന്നതെല്ലാം കേട്ട്, മൂക്കിലൂടെ മണക്കാവുന്നതെല്ലാം മണത്ത്, അങ്ങനെ ത്വക്കിലൂടെ അനുഭവിക്കുന്ന എല്ലാ സ്പർശങ്ങളെയും ആ ഈശ്വരീയമായ ഭാവത്തോടുകൂടി അനുഭവിച്ച് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ, അല്ലേ? കണ്ടിട്ടുണ്ടോ സന്താനഗോപാലമൂർത്തിയെ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരൊന്ന് കൈവക്കണം. ഓരോരുത്തർക്ക് സംശയമാണ്, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെയാണ് നോക്കണത്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മണത്തിട്ടുണ്ടോ? രുചിച്ചിട്ടുണ്ടോ? സാധാരണഗതിയിൽ നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിലെ അനുഭവം എന്ന് പറയുന്നത് ഇതാണ്: കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക.
ഈ 5 അനുഭവങ്ങളിലൂടെ നമുക്ക് എന്തുണ്ടോ അതിനെയാണ് നമ്മൾ പ്രപഞ്ചം എന്ന് വിളിക്കുക. പ്രകൃഷ്ടേണ പഞ്ചീകൃതമായത് എന്തോ അതാണ് പ്രപഞ്ചം. ദ്വിധാവിധായ ജൈകേകം ചതുർത്ഥ പ്രഥമം പുനഃ സ്വസ്വേതര ദ്വിതീയാംശി യോജനാത് പഞ്ചപഞ്ചത്തെ എന്ന് പറയുന്നതായ 5 ഭൂതങ്ങള് അത് പരസ്പരം ഇഴുകിച്ചേർന്ന് എന്ത് ഉണ്ടാവുന്നു ആ ഉണ്ടായതിനെയാണ് പ്രപഞ്ചം എന്ന് വിളിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് നമ്മുടെ പൂർവികർ പറഞ്ഞു തന്ന സങ്കല്പത്തിന്റെ ഏറ്റവും ലളിതമായിരിക്കുന്ന രൂപത്തെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളതായി ഈ പ്രപഞ്ചം നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നുവോ ആ അനുഭവത്തിന് നമ്മളെ പാത്രമാക്കുന്ന 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി എന്നിങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയും ഇന്ദ്രിയാതീതമായിരിക്കുന്ന ഒരു സങ്കല്പത്തെ ഭാവന ചെയ്ത് അനുഭവിക്കുവാനുള്ള ഒരു സംസ്കൃതി, അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ അവിടെ ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവതയെ അതേ ഭാവത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയണം. അല്ലാതെ അകത്ത് കണ്ടത് നിങ്ങൾ കല്ലാണോ ആണോ? അപ്പൊ കണ്ടില്ലേ? ഞാൻ കണ്ടു. ഞാൻ കണ്ടത് എങ്ങനെയാണെന്നും പറഞ്ഞു. ഞാൻ കണ്ടത് ഇവിടത്തെ മാത്രമല്ല, എൻ്റെ ഇല്ലത്തെയും കണ്ടു അല്ലേ? ഞാൻ ഉള്ളിലേക്ക് കയറി, മണത്തു, രുചിച്ചു, സ്പർശിച്ചു, എല്ലാം അനുഭവിച്ചു. കാരണം ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ആ ക്ഷേത്രം ഏത് ദേവതാ സ്വരൂപത്തിലുള്ളതാണെങ്കിലും ആ ദേവതയാണ് ആ നിമിഷം നമ്മുടെ മനസ്സിൽ ഈ പ്രപഞ്ചത്തിന്റെ കാരണം, ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ തരത്തിലുമുള്ളതായ താളങ്ങളും ഒടുവിൽ അലിഞ്ഞു ചേരുന്നതും ആ ഒന്നിലേക്കാണ്. ഈ ഭാവനയോടുകൂടി ഉള്ളിൽ പ്രവേശിക്കണം. രൂപം എന്താണോ പൂർവകാലം തൊട്ട് അവിടെയുള്ളതായ ആചാര്യന്മാര് ആചാര്യ തപസ്സുകൊണ്ടും ജപാദികളെ കൊണ്ടും യജ്ഞാദികളെ കൊണ്ടും ഉത്സവാദികളെ കൊണ്ടും അന്നദാനാദികളെ കൊണ്ടും ആ ക്ഷേത്ര ചൈതന്യത്തിന്റെ മഹത്തരമായിരിക്കുന്ന അഭിവൃദ്ധിയെ ഭക്തരിലേക്ക് പകർന്നു കൊടുത്തത്, അതേ സങ്കല്പത്തെ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്തെന്ന് നാം മനസ്സിലാക്കണം. ആ ക്ഷേത്രം നിലനിൽക്കുന്ന ദേശത്തിന്റെ ഐതിഹ്യം എന്തെന്ന് മനസ്സിലാക്കണം. ആ ദേശപ്രകൃതിയിൽ എന്തൊക്കെ തരത്തിലുള്ളതായ അനുഭവങ്ങൾ ആ ക്ഷേത്രത്തിന് ചുറ്റുമായി നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുക. കാണുന്നതെല്ലാം ഈശ്വരീയമാവും, ആ സന്താനഗോപാലമൂർത്തിയെയാവും. അവിടെ കേൾക്കുന്നതെല്ലാം, എല്ലാ നാദങ്ങളും, മണിനാദമായാലും നാമജപത്തിന്റെ നാദമായാലും, ആ നാദത്തെയെല്ലാം ഈശ്വരനായി ഭാവന ചെയ്യാൻ നമുക്ക് സാധിക്കണം. അവിടെയുള്ളതായ മണങ്ങൾ ഭഗവാന്റെ പാദത്തിലെ പുഷ്പാഞ്ജലികൾ ചെയ്തതായ പുഷ്പങ്ങളുടെ ഗന്ധമായും, കാറ്റ് തഴുകിക്കൊണ്ടുവരുന്ന ഏതോ വിദൂരതയിൽ വിരിഞ്ഞു നിൽക്കുന്ന ഏതോ ഒരു കാട്ടുപുഷ്പത്തിന്റെ ഗന്ധം കൂടി കാറ്റിവിടേക്ക് എത്തിക്കുന്നുണ്ട് ഭഗവാന്റെ അരികത്തേക്ക്. അതും ഭഗവാനിലേക്കുള്ള സമർപ്പണത്തിന്റെ ആ മാധുര്യം നിറയുന്ന ഗന്ധമായി നമ്മുടെ മൂക്കിലേക്ക് നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. അതും ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരനെ അങ്ങനെ മണക്കാം, കാണാം, കേൾക്കാം, തൊട്ടുകൂടെ. ഓരോ സ്പർശവും പ്രദക്ഷിണം ചെയ്ത് അവിടെ നിന്ന് മേശാന്തിയോ കീഴ്ശാന്തിയോ നമ്മുടെ കയ്യിലേക്ക് ഇട്ടുതരുന്ന ചന്ദനമോ കുങ്കുമോ ഭസ്മമോ എന്ത് തന്നെയായാലും അത് ദേഹത്ത് തൊട്ട് നാം അനുഭവിക്കുന്ന തണുപ്പ്, അതിന്റെ സാന്ദ്രത, അതിന്റെ മൃദുത്വം, അതല്ലേ ഈശ്വരൻ? സ്പർശിക്കുന്നില്ലേ? ആ ഈശ്വരനെ സ്പർശിക്കുന്നു, രുചിക്കുന്നില്ലേ? എല്ലാം കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്ന ആ നിവേദ്യം കഴിക്കുന്ന സമയത്ത് എൻ്റെ തിരുമേനി 250 രൂപ തരണതല്ലേ, കുറച്ച് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ ഇട്ടുകൂടെ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ ഈശ്വരനെ രുചിക്കാൻ സാധിക്കുകയില്ല. 5 ഇന്ദ്രിയങ്ങളിലൂടെയും നമുക്ക് ഭാവന ചെയ്ത് ആ ഈശ്വരനെ അനുഭവിക്കാൻ സാധിക്കുന്ന വിധം നമുക്ക് നമ്മുടെ പൂർവികർ പകർന്നു തന്നതായി ക്ഷേത്രാങ്കണത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾ വന്നിരുന്ന് ഇപ്പോൾ ഈ കേട്ടതായ ഈ കുതിരവണ്ടി യാത്രയിൽ നിങ്ങൾ കേട്ടതായ ഓരോ വാക്കുകളിലൂടെയും നിങ്ങൾ ഈ നിമിഷത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആ സന്താന ഗോപാലമൂർത്തിയെ എങ്ങനെ കാണാം, എങ്ങനെ കേൾക്കാം, എങ്ങനെ മണക്കാം, എങ്ങനെ സ്പർശിക്കാം, എങ്ങനെ രുചിക്കാം എന്ന അറിവിലേക്കാണ്. അല്ലേ? ഇനി കണ്ടില്ലെന്ന് പറയോ, കേട്ടില്ലെന്ന് പറയോ, മണത്തില്ലെന്ന് പറയോ, രുചിച്ചില്ലെന്ന് പറയോ? മണക്കണം, രുചിക്കണം, കേൾക്കണം, സ്പർശിക്കണം. ആ അനുഭവം അതിങ്ങനെ നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിത്യവും ആ ദർശനങ്ങളിലൂടെ, ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതായ ആ ആവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് അത് ഒരു നിമിഷം സാക്ഷാത്കരിക്കും. ആ സാക്ഷാത്കരിക്കുന്ന നിമിഷം കുതിരവണ്ടിയിൽ നിന്ന്
കുതിരവണ്ടിക്കാരൻ പുഞ്ചിരി തൂകി പറയും, ഇറങ്ങിക്കോളും, ഇറങ്ങിക്കോളും. അത് പത്മനാഭന്റെ ആ തിരുസന്നിധാനമാവും, വൈകുണ്ഠമാവും. അവിടേക്കുള്ള യാത്രയിലാണ് നമ്മളെല്ലാം. എന്തായാലും അവിടം വരെ കൊണ്ടുപോകാനുള്ളതായ ശക്തിയൊന്നും ഈ കുതിരവണ്ടിക്കാരനില്ല. ഇതിൻ്റെ ഇടയിൽ വെച്ച് ഞാൻ ചാടിപ്പോവും. നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ കുതിരവണ്ടിക്കാരനെ കണ്ടെത്തുക. എവിടെയെങ്കിലും ഉണ്ടാവും, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും, നിങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ തന്നെയാണ് ആ രഥം. ആത്മാനം രഥിനം വിധി, ശരീരം രഥമേവച, ബുദ്ധിം തു സാരഥിം വിധി, മനഃപ്രഗ്രഹമേവച. ഇന്ദ്രിയാണി ഹയാനാകുർ വിഷയാംസ്തേഷു ഗോചരാൻ. കഠോപനിഷത്തും ശ്രീമദ് ഭാഗവതത്തിലെ 8ാമത്തെ സ്കന്ധം യുധിഷ്ഠിര നാരദ സംവാദ രൂപത്തിൽ അവസാനിക്കുമ്പോൾ ഈ കഠോപനിഷത്തിന്റെ സങ്കല്പം തന്നെയാണ് അവിടെയും വർണ്ണിക്കുന്നത്. എന്താ പറഞ്ഞത്? നമ്മുടെ ശരീരം ഒരു രഥമാണ്. ആ രഥത്തിൽ സഞ്ചരിക്കുന്നവനാണ് ആത്മാവ്, രഥി. അങ്ങനെയുള്ളതായി ഈ രഥത്തെ മുന്നോട്ട് നയിക്കുന്ന കുതിരകൾ എന്താണ്? കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി എന്നിങ്ങനെ 5 ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ. ആ കുതിരകളെ പിടിച്ചിരിക്കുന്നതായ കടിഞ്ഞാൺ മനസ്സാണ്. ആ മനസ്സാകുന്ന കടിഞ്ഞാണിനെ പിടിച്ചിരിക്കുന്ന ബുദ്ധി സാരഥിയാണ്. അങ്ങനെയുള്ള ഈ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾക്ക് എവിടേക്കാണ് ആ കുതിരകളുടെ പ്രയാണം? വിഷയങ്ങളിലേക്കാണ്. വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ളത് ആരൊക്കെയാണ്? ഭീഷ്മര്, ദ്രോണാചാര്യര് മുതലായിരിക്കുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ അച്ഛൻ, അമ്മ, സഹോദരൻ, മിത്രം, ശത്രു എന്നൊക്കെ നമ്മൾ ഭാവന ചെയ്ത കുറേ ആളുകൾ. അങ്ങനെയുള്ളവരെ മാത്രം ശ്രദ്ധിക്കുന്നതായ ഇന്ദ്രിയങ്ങൾ എപ്പോഴും എന്തു ചെയ്യും? കണ്ണ് കണ്ണിന്റെ വഴിക്കും, മൂക്ക് മൂക്കിന്റെ വഴിക്കും, നാക്ക് നാക്കിന്റെ വഴിക്കും, ത്വക്ക് ത്വക്കിന്റെ വഴിക്കും പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? രഥം എവിടേക്കും പോകുന്നില്ല. അതൊടുവിൽ തകർന്നടിയുന്നു. വീണ്ടും രഥം, വീണ്ടും തകർന്നടിയൽ, വീണ്ടും രഥം. രഥസഞ്ചാരത്തിന്റെ അനുഭവം ഉണ്ടാവണമെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളെ എവിടേക്ക് നയിക്കണം? ആ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് വൈകുണ്ഠ അനുഭവത്തെ ലഭിക്കുമാറാകണം, ഈശ്വരാനുഭവത്തെ ലഭിക്കുമാറാകണം. എന്തിൽ നിന്നും ഏതിൽ നിന്നും ആ ഈശ്വരാനുഭവത്തെ സ്വാംശീകരിക്കത്തക്ക വിധം ഈ കുതിരകളെ നയിക്കണമെങ്കിൽ ആ മനസ്സാകുന്ന കടിഞ്ഞാൺ ആരുടെ കയ്യിൽ കൊടുക്കണം? ബുദ്ധിയാകുന്ന കൃഷ്ണന്റെ കയ്യിൽ തന്നെ കൊടുക്കണം. ആ കൃഷ്ണനെ തന്നെ യോഗേശ്വരനായ ഗുരുവായി ആ രഥത്തിന്റെ പീഠത്തിൽ ഇരുത്തിക്കഴിഞ്ഞാൽ അർജുനനെ പോലെ തളരുമ്പോഴൊക്കെ നിങ്ങൾക്ക് തോളിൽ തട്ടി ഒരു ശബ്ദം കേൾക്കാം, മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനി പ്രിയോസിനി. ഞാനിതാ സത്യം ചെയ്യുന്നു, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ആ സത്യം ചെയ്ത ഭഗവാനാണ് സാക്ഷാൽ സന്താന ഗോപാലമൂർത്തി. ഈ പ്രപഞ്ചത്തിന്റെ താളത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഭഗവാൻ ചെയ്ത സത്യം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓരോ യുഗങ്ങളിലും ഞാൻ സംഭവിക്കുന്നു എന്നാണ്. യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് ചേരുന്നത് എന്തോ, വന്നു ചേരുന്ന അവസ്ഥയ്ക്ക് ആ കാലത്തെ സൂചിപ്പിക്കുന്നതാണ് യുഗം. വന്നു ചേരുന്ന കാലത്തെ സൂചിപ്പിക്കുന്ന ആ യുഗം എന്ന വാക്ക് നമ്മൾ കൽപ്പന ചെയ്തിരിക്കുന്നത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നാണ്. സത്യത്തിൽ യുഗശബ്ദം മറ്റൊന്നിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഓരോ യോഗാവസ്ഥകളും ഓരോ യുഗങ്ങളാണ്. ജ്ഞാനയോഗം അതൊരു യുഗമാണ്. ആ യുഗത്തിൽ അവിടെ ഭഗവാനെയാണ് നമ്മൾ കാണുന്നത്. ഭക്തിയോഗം അതൊരു യുഗമാണ്. കർമ്മയോഗം അതൊരു യുഗമാണ്. എന്ന് വെച്ചാൽ ഓരോ യോഗത്തെയും നാം അനുഭവിക്കുമ്പോൾ ആ അനുഭവത്തെയാണ് അവിടെ അവതാര സ്വരൂപമായി സൂചിപ്പിച്ചത്. ആ ഭഗവാൻ എവിടെയുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം മനീഷികളായ നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നു. സർവചരാചരങ്ങളിലുമുണ്ട്. സർവചരാചരങ്ങളിലും ഉണ്ടായിട്ടും നമുക്കെന്തേ അത് കാണാൻ സാധിക്കാതെ പോയത്? അതിന് കാരണം ആ സർവചരാചരങ്ങളിലും ഈശ്വരനുണ്ട് എന്ന ഭാവന, അത് വേണ്ടതുപോലെ നമ്മൾ പരിശീലിക്കുന്നില്ല എന്നതാണ് നമ്മുടെ കുഴപ്പം. ആ ഭാവന പരിശീലിക്കുവാനുള്ളതായ ഇടമാണ് ക്ഷേത്രം. എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്വൈതം പരിശീലിക്കലാണ് ഓരോ ക്ഷേത്ര ദർശനവും. എന്താ അദ്വൈതം?
അഹം ബ്രഹ്മാസ്മി, തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ എന്ന 4 മഹാവാക്യങ്ങളിലൂടെ ഏതൊരു അനുഭവത്തെയാണോ നാം സ്വാംശീകരിച്ചാൽ ജീവിത സാക്ഷാത്കാരം എന്ന് നമ്മുടെ പൂർവികർ വിളിച്ചത്, ഞാനും നീയും രണ്ടും രണ്ടല്ല, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒന്നും എന്നിൽ നിന്ന് ഭിന്നമല്ല എന്നുള്ളതായ ആ തിരിച്ചറിവോടുകൂടി ജീവിക്കുക എന്ന സമാധി ഗുണം, സമാധിഭാവം നമ്മിലേക്ക് എത്തിച്ചേരാനുള്ള പരിശീലനം. ആ പരിശീലനമാണ് അദ്വൈതം. ആ അദ്വൈത പരിശീലനമാണ് ഓരോ ക്ഷേത്ര ദർശനങ്ങളും ഓരോ പുരാണ കഥാ ശ്രവണങ്ങളും അങ്ങനെയുള്ളതായ മനന പ്രക്രിയ, കർമ്മങ്ങളിലൂടെ ഉള്ളതായ പരിശീലനം, അതുപോലെ തന്നെ ശ്രവണാദികളാകുന്നതായ അനുഭവങ്ങളിലൂടെ നാം ആ അനുഭൂതികളിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഭക്തിമയമായിരിക്കുന്നതായ ഓരോ സന്ദർഭങ്ങൾ, ഇവയൊക്കെയാണ് ഈ അദ്വൈത പരിശീലനത്തിനുള്ളതായ ഇടങ്ങൾ എന്ന് തിരിച്ചറിയുക. ആ അദ്വൈതത്തെ അറിയുന്നതോടെ പ്രപഞ്ചരഹസ്യം നമ്മൾ അറിയുന്നു. എന്താ പ്രപഞ്ചരഹസ്യം? ശ്രീമദ് ഭാഗവതം ആദ്യമേ തന്നെ പറഞ്ഞു. അത് 1-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ. ജഗൃഹേ പൗരുഷം രൂപം. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണ്. ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നല്ല, പകരം ഈശ്വരൻ സ്വയം ഈ പ്രപഞ്ചമായി പരിണമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം ഈശ്വരന്റെ സ്വരൂപമാണ്. നമ്മൾ ആ ഈശ്വരനിൽ നിന്ന് ഭിന്നരല്ലല്ലോ. നമ്മളും ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് എന്നിരിക്കെ, പ്രപഞ്ചം സ്വയം ഈശ്വരനാണെന്നിരിക്കെ നമ്മളും ആ ഈശ്വര സ്വരൂപികൾ തന്നെ എന്നുള്ള ഭാവന അത് നിരന്തരം നമുക്കുണ്ടായാൽ നമുക്ക് മറ്റൊരാളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കണമെന്ന് തോന്നുമോ? ഇല്ല. ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളെ ഇകഴ്ത്തണമെന്ന തോന്നലുണ്ടാകുമോ? ഇല്ല. അയ്യോ അതുപോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന തിരിച്ചറിവിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് അദ്വൈതം. എന്ന് വെച്ചു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിലെ കലാപങ്ങളും കലഹങ്ങളും എല്ലാം ഇല്ലാതാക്കുന്ന ഏറ്റവും മനോഹരമായ സ്നേഹസാന്ദ്രമായ ഒരു വാക്കാണ് ഈ അദ്വൈതം. അങ്ങനെയുള്ളതായ ആ അദ്വൈതാനുഭവത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന ഈശ്വരീയമായ ദാർശനികമായ അനുഭവങ്ങളെ നമുക്ക് പകർന്നു തരുന്ന ക്ഷേത്ര സംസ്കൃതി. ആ ക്ഷേത്ര സംസ്കൃതിയിൽ സന്താന ഗോപാലമൂർത്തിയെക്കുറിച്ച് പറയാൻ ഒരു കുതിരവണ്ടിയുമായി വന്ന് ഇവിടെ ഇരുന്ന് ഒരല്പനേരം എനിക്കറിയാവുന്നതെല്ലാം പറഞ്ഞ് ഞാനിതാ ഇവിടെ നിന്ന് എൻ്റെ കുതിരവണ്ടിയിൽ പോവുകയാണ്. ആരും കയറണ്ട, ഇതിൽ സ്ഥലം കുറവാണ്. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ കുതിരവണ്ടി വൃത്തിയായി സൂക്ഷിക്കുക. കുതിരകൾക്ക് കൃത്യസമയത്ത് വെള്ളം കൊടുക്കുക, കൃത്യമായി പരിപാലിക്കുക. ആ കുതിരവണ്ടിയുടെ പരിപാലനത്തിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ആ സഞ്ചാരത്തിൻ്റെ മനോഹാരിത മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ആ സഞ്ചാരത്തിൻ്റെ മനോഹാരിതയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആ കുതിരവണ്ടിക്കാരനായി കടിഞ്ഞാൺ അദ്ദേഹത്തെ അങ്ങ് ഏൽപ്പിക്കുക. ആരെ? പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകേ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ആ സന്താന ഗോപാലമൂർത്തിയെ ഏൽപ്പിച്ചോളൂ. അങ്ങനെ എപ്പോഴെങ്കിലും യാത്രയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.